Jesus. Thank you, Jesus. നമ്മുടെ ചർച്ചയിൽ തന്നെയുള്ളവര് they are watching. Okay. I thank and praise God for this wonderful time that God has given me to be part of this fasting and prayer this morning. ഈ പകൽക്കാലം 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ഭാഗമായിരിക്കാൻ കർത്താവ് എനിക്ക് ഒരു അവസരം തന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. God has been good to every one of us. Let us be thankful to him this morning. നമുക്ക് എല്ലാ കാര്യത്തിലും ദൈവം നന്മ ചെയ്തു. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. As Pastor mentioned, this is the 13th day of your 21 days fasting as you have decided and planned. നിങ്ങൾ പ്രാർത്ഥിച്ച് ആലോചിച്ചതുപോലെ നിങ്ങളുടെ ഉപവാസത്തിന്റെ 13ാം ദിവസമാണല്ലോ ഇന്ന്. The God who has blessed us in the past 13 days, he is going to bless us in the rest of the days also. കഴിഞ്ഞ 13 ദിവസം നമ്മളെ അനുഗ്രഹിച്ച ദൈവം തന്നെ വരുന്ന ദിവസങ്ങളിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കും. I thank and praise God for the servant of God, Pastor Sijan Anand, who is a very good friend of mine, and he is also a brother in the Lord Jesus Christ and ministry partner. കർത്താവായ യേശുക്രിസ്തുവിൽ എൻ്റെ സഹോദരനും എൻ്റെ ശുശ്രൂഷയുടെ ഒരു പങ്കാളിയും ഞാൻ വളരെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദേവദാസനാണല്ലോ പാസ്റ്റർ ഷിജു. And as he mentioned that this church is involved in the mission field in the Punjab. അദ്ദേഹം പറഞ്ഞതുപോലെ പഞ്ചാബിലുള്ള മിഷൻ ഫീൽഡിൽ നിങ്ങളുടെ സഭയും ഒരു പങ്കാളിയാണ്. It was my desire for many years for this church and the pastors to go and visit the Bethel Ashram which we were supporting every month. നിങ്ങൾ എല്ലാ മാസവും ഒരു ചെറിയ തുക അയച്ച് സപ്പോർട്ട് ചെയ്യുന്ന ബെഥേൽ ആശ്രമത്തെ നിങ്ങൾ പോയി കാണണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. And God opened the door for the man of God to go and visit and see with his own eye what the Lord is doing in that place. ആ സ്ഥലത്ത് കർത്താവ് ചെയ്യുന്ന കാര്യം ദേവദാസനെ നേരിട്ട് കാണുവാൻ കർത്താവ് അങ്ങനെ ഒരു അവസരം ഒരുക്കി. And I'm happy that he's going to go back again this year one more time. ഒരു പ്രാവശ്യം കൂടെ അദ്ദേഹം അവിടെ പോകുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. Before I came here, I called the pastor 2 days ago. ഞാൻ ഇവിടെ വരുന്നതിന് 2 ദിവസമായി പാസ്റ്ററെ വിളിച്ചിരുന്നു. And I asked him about the time and the place of this place. ഞാൻ ഇതിന്റെ സമയവും സ്ഥലവും അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. And I was preparing to share something about fasting and prayer. ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച് ചിലത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. That's what I do when there is a fasting prayer. I preach about fasting and prayer. ഉപവാസ പ്രാർത്ഥനയിൽ എന്നെ വിളിച്ചാൽ അതിനെക്കുറിച്ചായിരിക്കും ഞാൻ പ്രസംഗിക്കുന്നത്. If it is Sunday worship, I preach about the worship. ഞായറാഴ്ച എന്നെ വിളിച്ചാൽ ഏതെങ്കിലും സഭയിൽ എന്നെ വിളിക്കുന്നിടത്തെല്ലാം ഞാൻ ആരാധനയെക്കുറിച്ച് പറയാറുണ്ട്. If it is a prayer meeting, I give the importance to talk about the prayer. ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയാണെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. But the man of God told me and asked me talk about the mission and the evangelism. എന്നാൽ അദ്ദേഹം പറഞ്ഞത് മിഷനെ കുറിച്ചും ഇവാഞ്ചലിസത്തെ കുറിച്ചും പറയുവാൻ എന്നോട് പറഞ്ഞു. Why we have to talk about mission and evangelism? എന്തുകൊണ്ടാണ് നമ്മൾ ദൗത്യത്തെ കുറിച്ചും ഈ സുവിശേഷീകരണത്തെ കുറിച്ചും പറയുന്നത്? We can fast for 60 days. 60 ദിവസം വേണമെങ്കിൽ നമുക്ക് ഉപവസിക്കാം. We can fast for 40 days. 40 ദിവസം ഉപവസിക്കാം. We can fast for 21 days or 7 days or 3 days, whatever you can do. 21 7 3 1 ഇഷ്ടം പോലെ നമുക്ക് ഉപവസിക്കാം. But if you are not going forward with the fasting prayer, our fasting prayer has no meaning. എന്നാൽ മുന്നോട്ട് നമ്മൾ പോകുന്നില്ലെങ്കിൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. As we sang the song, the last song, we have to go every day forward in our Christian life. നമ്മൾ അവസാനം പാടിയ പാട്ട് പോലെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. And after I talked to him, I was thinking, Lord, what I have to share with the group here this morning. അദ്ദേഹം അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്താണ് അവരോട് പറയേണ്ടതെന്ന് ചോദിച്ചു. And what the Lord has given to me, I want to share with you this morning. കർത്താവ് അങ്ങനെ പ്രാർത്ഥിച്ചു ചോദിച്ചപ്പോൾ എനിക്ക് തന്നതാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. Let us open the Bible for the book of Isaiah chapter 60 verse 1, 2 and 3. യെശയ്യാവ് 60ന്റെ 1 2 3 ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. Isaiah 60 1 2 and 3. Someone read in Malayalam because I have the English Bible. That's what യെശയ്യാവ് 60ന്റെ 1 2 3 വാക്യങ്ങൾ ദൈവമക്കൾ വായിക്കണമേ. Arise and shine, for the light has come. Go ahead. And the glory of the Lord rises upon you. Verse 2. The sea, the darkness covers the earth, and thick darkness is over the people. But the Lord rises upon you, and his glory appears over you. Verse 4, the first part of the verse 4. ആമേൻ. നാലാം വാക്യത്തിന്റെ ഒന്നാം ഭാഗം. That said, lift up your eyes and look about you. തലപൊക്കി നീ ചുറ്റും നോക്കുക. This is the message for the church in the modern day. ഈ ദിവസങ്ങളിൽ സഭയ്ക്കുള്ള ഒരു ദൂതാണ് ഇത് ഞാൻ പറയുന്നത്. We know this is the prophetical book mentioned about the nation of Israel. ഇസ്രായേൽ ജനതയെക്കുറിച്ചുള്ള പ്രവചനമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇത് വായിക്കുന്നത്. But not going to the prophetical side, I want to go to the spiritual side this morning. അതിന്റെ പ്രാവചനിക തലത്തിൽ ഒതുങ്ങാതെ ആത്മീയ തലത്തിലേക്ക് പോകുവാൻ ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. When we study the word of God, there is a literal meaning for every word of God. ദൈവവചനം പഠിക്കുമ്പോൾ എല്ലാ വാക്കിനും അതിന്റെ അക്ഷരാർത്ഥമുണ്ട്. There is a
there is the prophetical meaning for the prophecy of the word of God. ദൈവവചനത്തിന്റെ പ്രവചനാത്മകമായ ഒരു ഭാഗവും അതിനുണ്ട്. And also there is a spiritual meaning for every prophecy we find in the word of God. വേദപുസ്തകത്തിൽ കാണുന്ന എല്ലാ പ്രവചനത്തിനും ഒരു ആത്മീക അർത്ഥവും ഉണ്ട്. Why we are not going forward? എന്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാത്തത്? Why church is not going forward? എന്തുകൊണ്ടാണ് സഭ മുന്നോട്ട് പോകാത്തത്? Because we have forgotten the very thing that Jesus has commanded us to do. യേശു നമ്മോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യം നാം മറന്നു പോകുന്നത് കൊണ്ടാണ്. Before we say we are saved, he said, "You come unto me." നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കർത്താവ് നമ്മളോട് എന്താ പറഞ്ഞത്? എന്റെ അടുക്കിലേക്ക് വരാനാ പറഞ്ഞത്. So anyone who is not saved, they have to come to the Lord to get the salvation. രക്ഷിക്കപ്പെടാത്തവർ യേശുവിന്റെ അടുത്തേക്ക് വരണം രക്ഷ പ്രാപിക്കുവാൻ. After we have received the salvation and be baptized in the water, he said, "You wait." രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നതിന് ശേഷം വീണ്ടും പറഞ്ഞു, നീ കാത്തിരിക്കുക. To receive what? എന്ത് ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്? To receive the Holy Spirit. പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ. And after you receive the Holy Spirit, പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന് ശേഷം what we have to do? നമ്മൾ എന്ത് ചെയ്യണം? We have to go out. നമ്മൾ പുറത്തേക്ക് പോകണം. That's what Jesus said. അതാണ് യേശു പറഞ്ഞത്. Acts chapter 1 verse 8. അപ്പോസ്തലപ്രവൃത്തികൾ 1:8. He said, when the Holy Spirit will come upon you, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ you will receive the power. നിങ്ങൾക്ക് ശക്തി ലഭിക്കും. And then after that you sit inside the church. അതിനുശേഷം നിങ്ങൾ സഭയ്ക്ക് ഉള്ളിലിരുന്ന് And you keep on singing song. നിങ്ങൾ പാട്ടും പാടിയിരുന്ന് You keep on praying. പ്രാർത്ഥിച്ചും ഇരുന്ന് You keep on speaking in tongues. നിങ്ങൾ അന്യഭാഷയും പറഞ്ഞ്. That's what Jesus has not said. യേശു പറയാത്തൊരു കാര്യമാണത്. And that's what we are doing. അതാ നാം ചെയ്യുന്നത്. The church has lost the vision what God has given to ഹല്ലേലൂയ. the church. സഭകൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ദർശനത്തിൽ നിന്നും സഭ മാറി പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. God has called us to come to him before we are saved. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അവന്റെ സന്നിധിയിലേക്ക് വരാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. Once we have received the salvation, we have to wait to receive the power from the Lord. കർത്താവിൽ നിന്ന് ശക്തി പ്രാപിക്കുവാൻ കാത്തിരിക്കേണ്ട ഒരു സമയമുണ്ട്. And once we receive the power, നമ്മൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ we have to go out. നാം പുറത്തേക്ക് പോകണം. I said we have to go out. നാം പുറത്തേക്ക് പോകണം. Unless and until we go out, we are not fulfilling the mission of Jesus Christ. യേശു ക്രിസ്തുവിന് വേണ്ടിയുള്ള ദൗത്യം നമ്മൾ നിർവഹിക്കാതിരിക്കുകയാണ് പുറത്തോട്ട് The പോയില്ലെങ്കിൽ. problem we have as Christians, ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക് നമുക്കുള്ള പ്രശ്നം, we are happy and satisfied inside the four walls of the church. സഭയ്ക്ക് ഉള്ളിൽ നമ്മൾ അങ്ങ് ഒതുങ്ങാനാണ് ഇഷ്ടപ്പെടുന്നത്. I'm not against that. ഞാൻ അതിനെതിരൊന്നുമല്ല. We need the fellowship. നമുക്ക് കൂട്ടായ്മ വേണം. We need to study the word of God. വചനം പഠിക്കണം. We need the fasting and prayer. ഉപവാസ പ്രാർത്ഥന വേണം. We want to go to the house to pray and encourage the believers. വിശ്വാസികളെ നമ്മൾ ബലപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. But that is a selfish motto we have. എന്നാൽ ഞാൻ പറയട്ടെ, അതിന്റെ പുറകിൽ ഒരു സ്വയ കേന്ദ്രീകൃതമായ പദ്ധതിയുണ്ട്. Because we want to grow, we want to learn. That's it, nothing more than that. നമുക്ക് നമ്മുടെ കാര്യം നോക്കണം, വളരണം എന്ന് മാത്രമേ അതിന്റെ പുറകിലുള്ളൂ. But Jesus has given only one commission to the church. സഭയ്ക്ക് ദൈവം ഒരു ദൗത്യം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. He said, you go. അവൻ പറഞ്ഞു, നിങ്ങൾ പോകണം. And make disciples. പോയി ശിഷ്യന്മാരെ ഉണ്ടാക്കണം. You preach the good news. നീ സുവാർത്ത പ്രസംഗിക്കണം. When the new CEO took the Coca-Cola company, കൊക്കോകോള കമ്പനി, when the CEO, the manager, president came there, കൊക്കോകോള കമ്പനിയുടെ മാനേജർ അവിടെ വന്നപ്പോൾ he had one goal in his life. അവന്റെ ജീവിതത്തിൽ അവനൊരു ലക്ഷ്യമേ He ഉള്ളായിരുന്നു. said, within certain short time, I will make sure Coca-Cola goes to the every hand in every village in the world. ലോകത്തിലുള്ള എല്ലാ ഗ്രാമത്തിലും ഓരോ കൈകളിലും ഒരു കൊക്കോകോളയുടെ കുപ്പി അവിടെ ചെന്നിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. You go to any part in India. ഇന്ത്യയിലെ ഏത് ഭാഗത്ത് നിങ്ങൾ പോയിക്കേ. You go to any part in Africa. ആഫ്രിക്കയിലെ ഏത് ഭാഗത്തും പോയിക്കേ. You go to any Asian country in the world. ലോകത്തിലെ ഏത് ഏഷ്യൻ രാജ്യത്തും പോയിക്കേ. Everywhere you will find Coca-Cola. നിങ്ങൾ എവിടെ നോക്കിയാലും ഒരു കൊക്കോകോള കാണാം. Less than 100 years. 100 വർഷത്തിനുള്ളിൽ they have reached their goal, their motto. അവരുടെ ലക്ഷ്യത്തിൽ അവർ എത്തിക്കഴിഞ്ഞു. We are boasting that we are Christian for last 2000 years in Kerala. കേരളത്തിൽ നമ്മൾ 10,000 വർഷം ക്രിസ്ത്യാനികൾ എന്ന വെപ്പ്. But I'm telling you, right here in India, there are many villages. People do not know the name of ഇപ്പോൾ ഞാൻ Jesus. ഇവിടെ വെച്ച് നിങ്ങളോട് പറയട്ടെ, യേശുവിനെ അറിയാത്ത അനേക ഗ്രാമങ്ങൾ ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ട്. If Coca-Cola can go to every village, every home, കൊക്കോകോളയ്ക്ക് എല്ലാ വീടുകളിലും ഗ്രാമത്തിലും പോകാൻ പറ്റും. why this word of God is not going? എന്താ ദൈവവചനം പിടിച്ചു വെച്ചിരിക്കുന്നത്? Because believers are sitting inside the church. കാരണം വിശ്വാസികൾ സഭയ്ക്കുള്ളിൽ ഇരിക്കുകയാണ്. The servants of God are sitting inside the church. ദേവദാസന്മാർ സഭയ്ക്കുള്ളിൽ ഇരിക്കുകയാണ്. The leaders of the church are sitting inside the church. നേതൃത്വവും ദേവദാസന്മാരെ പോലെ സഭയ്ക്കുള്ളിൽ ഇരിക്കുകയാണ്. The prophets and teachers are sitting inside the church. പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും സഭയ്ക്കുള്ളിൽ ഇരിക്കുകയാണ്.
ഹല്ലേലൂയ. And then we want the gospel to reach out. എന്നിട്ട് നമ്മൾ പറയും സുവിശേഷം ലോകമെങ്ങും ആകണം. If God want to send one angel, he will send it and he can proclaim the gospel. ദൈവത്തിന് വേണമായിരുന്നെങ്കിൽ ഒരു ദൂതനെ അയച്ച് അവന്റെ ശുശ്രൂഷ നടത്താമായിരുന്നു. But that's what not the desire of God the Father. അത് പിതാവായ ദൈവത്തിന്റെ പദ്ധതി അങ്ങനെയല്ല. He has given that responsibility to every believer. വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് കർത്താവ് ഈ ജോലി The കൊടുത്തിരിക്കുന്നത്. gospel has to go to everyone through every one of us. നമ്മ ഓരോരുത്തരിൽ കൂടെ മറ്റുള്ളവരിലേക്ക് സുവിശേഷം പകരപ്പെടണം. Many times people think the gospel will be proclaimed only through the pastors. പലപ്പോഴും ചിന്ത പാസ്റ്റർമാരിൽ കൂടെ മാത്രമേ ശുശ്രൂഷ പോകത്തുള്ളൂ We എന്നുള്ളതാണ്. think it will only go through the evangelist. സുവിശേഷകരിൽ കൂടെ മാത്രമേ പോകത്തുള്ളൂ എന്ന് ചിന്തയുണ്ട്. Sisters think they cannot do this work. സഹോദരിമാർ വിചാരിക്കും ഞങ്ങളെ കൊണ്ട് ഈ പണി പറ്റത്തില്ല. Sisters think their job is to just work inside the kitchen. കിച്ചണിനകത്ത് ജോലി എന്ന് മാത്രമാണ് ജോലി എന്ന് ചിന്തിക്കുന്ന സഹോദരിമാരുണ്ട്. But the more and more I have studied the word of God, ഞാൻ ദൈവവചനം എത്രത്തോളം പഠിച്ചിട്ടുണ്ടോ, the gospel will go out only through the women. സഹോദരിമാരിൽ കൂടെയാണ് സുവിശേഷം അധികവും പരന്നിരിക്കുന്നത്. Glory, hallelujah. When Jesus rose from the grave, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ who were the first one who saw Jesus? യേശുവിനെ ആദ്യം കണ്ടതാരാണ്? That were the women there. അവിടെ ഉണ്ടായിരുന്ന ആ സ്ത്രീ അല്ലായിരുന്നു. The disciples were just sitting there. ശിഷ്യന്മാർ അവിടെ ഇരിക്കുകയായിരുന്നു. The women came early in the morning. അതിരാവിലെ സഹോദരിമാർ അവിടെ വന്നു. They came and they saw Jesus Christ. അവർ വന്ന് യേശുവിനെ കണ്ടു. The disciples just came and they saw the cloth and they went back. ശിഷ്യന്മാർ വന്ന് ആ തുണി കണ്ടേച്ചു അവർ തിരിച്ചു പോയി. But Mary was standing there. മറിയ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. She was not satisfied with the grave cloth. അവൾക്ക് ആ ശവക്കച്ച കണ്ടതുകൊണ്ട് തൃപ്തിയായില്ല. She wanted to see Jesus. അവൾക്ക് യേശുവിനെ കാണണം. And when she had the revelation of Jesus, യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് അവൾക്ക് ഉണ്ടായിരുന്നു. Jesus said, "Go and tell to my brothers." എന്റെ സഹോദരന്മാരോട് പറയുക. She was the first one to declare the resurrection of Jesus Christ. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ച് ആദ്യം പറഞ്ഞത് അവളാണ്. When the Samaritan woman came to Jesus Christ, ആ ശമരിയക്കാരി യേശുവിന്റെ അടുത്ത് വന്നപ്പോൾ, once she got saved, അവൾ രക്ഷ പ്രാപിച്ചപ്പോൾ, she did not go to any Bible college. അവൾ ബൈബിൾ കോളേജിൽ പോയില്ല. She did not attend any service. അവൾ ഒരു ശുശ്രൂഷയ്ക്കും She പോയില്ല. did not wait for any fasting prayer. അവൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കാത്തിരുന്നില്ല. She did not go for any convention and crusade. അവൾ കൺവെൻഷനും ക്രൂസൈഡിനും പോയില്ല. My Bible says like this. എന്റെ വേദപുസ്തകം ഇങ്ങനെ പറയുന്നത്, Once she had the encounter of Jesus Christ, അവൾ ഒരിക്കൽ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ she went back to her village. അവൾ തിരിച്ചവളുടെ ഗ്രാമത്തിലേക്ക് She പോയി. brought the whole village to Jesus Christ. പട്ടണത്തെ മുഴുവൻ അവൾ യേശുവിനെ അടുത്ത് She കൊണ്ടുവന്നു. brought the whole village to Jesus Christ. ആ പട്ടണത്തെ മുഴുവൻ അവൾ യേശുവിനെ അടുത്ത് കൊണ്ടുവന്നു. One woman did that work. ഒരു സ്ത്രീയാണ് ഇത് ചെയ്തത്. Let me tell to these sisters here this ഞാൻ morning, ഇരിക്കുന്ന സഹോദരിമാരോട് പറയട്ടെ, and those who are going to listen through the website or internet, ആ ഇന്റർനെറ്റിൽ കൂടെ കേൾക്കുന്ന സഹോദരിമാരോട് പറയട്ടെ, dear sister, you have a great power. സഹോദരിമാരെ നിങ്ങൾക്ക് വലിയൊരു ശക്തി കർത്താവ് If തന്നിട്ടുണ്ട്. the Samaritan woman who had no background, ഒരു പശ്ചാത്തലവും ഇല്ലാത്ത ശമരിയക്കാരിക്ക് if she can bring the whole village, ഗ്രാമത്തെ മുഴുവൻ അവർക്ക് കൊണ്ടുപോകാൻ you സാധിച്ചു. all can bring many people to Jesus Christ. അനേകരെ നിങ്ങൾക്ക് യേശുവിന്റെ സന്നിധിയിൽ കൊണ്ടുവരാൻ പറ്റും. My dad has one slogan in his life. എന്റെ പാപ്പായ്ക്ക് ഒരു കാഴ്ചപ്പാട് ജീവിതത്തിൽ ഉണ്ടായിരുന്നു. It is not our task to bring everyone to Jesus Christ, എല്ലാവരും യേശു കൊണ്ടുവരുന്ന ജോലി നമ്മുടേതല്ല. but it is our task to bring Jesus to everyone. യേശുവിനെ എല്ലാവരുടെ അടുത്തേക്കും കൊണ്ടുവരുന്ന ജോലി നമ്മുടേതാ. Let me repeat one more time. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ, It is not our task to bring everyone to Jesus, എല്ലാവരെയും യേശുവിന്റെ അടുത്ത് കൊണ്ടുവരുന്നതല്ല നമ്മുടെ ജോലി. but our task is to bring Jesus to everyone. നമ്മുടെ ജോലി എല്ലാവരുടെ അടുത്തും ചെന്ന് യേശുവിനോട് പറയാന്നുള്ളതാണ്. If we bring Jesus to everyone, നമ്മൾ എല്ലാവരെയും യേശുവിന്റെ അടുത്ത് കൊണ്ടുപോയാൽ the Holy Spirit will work in their heart, പരിശുദ്ധാത്മാവിടെ പ്രവർത്തിക്കും. and Jesus will bring them to Him. യേശു തന്നിലേക്ക് തന്നെ അവരെ കൊണ്ടുവരും. If we do our part, നമ്മുടെ ജോലി ചെയ്താൽ God will do His work. ദൈവത്തിന്റെ വേല ദൈവം ചെയ്യും. You will say, I'm not equipped. നിങ്ങൾ പറയും എനിക്കതിന് കഴിവില്ല, I don't know how to speak. എങ്ങനെ പറയണം എന്ന് അറിഞ്ഞുകൂടാ, I don't know how to teach. എങ്ങനെ ഉപദേശിക്കണമെന്ന് I don't know how to sing. എങ്ങനെ പാടണമെന്ന് അറിഞ്ഞുകൂടാ, How I can be involved in the mission. എങ്ങനെ എനിക്ക് ദൗത്യത്തിൽ പങ്കാളിയാവാൻ സാധിക്കും. You know, there was a slave girl who was brought to the house of the captain. ആ ക്യാപ്റ്റന്റെ വീട്ടിലേക്ക് ഒരു അടിമ പെൺകുട്ടിയെ കൊണ്ട് നിങ്ങൾ ഓർക്കുന്നു. You all know the story in the book of Kings. ആ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നയമാന്റെ കഥ നിങ്ങൾക്ക് അറിയാം. A very small young girl. വളരെ ചെറുപ്പമുള്ള പെൺകുട്ടി, No one with her. അവളെ കൂടെ ആരുമില്ല. But while she's working in that house, അവൾ ആ ഭവനത്തിൽ പ്രവർത്തിക്കുമ്പോൾ she saw the condition of the man there. അവിടുത്തെ യജമാനന്റെ അവസ്ഥ അവൾ കണ്ടു. And she's saying there, അവൾ അവിടെ നിന്നുകൊണ്ട്, if my master എന്റെ യജമാനൻ
goes to the prophet, ആ പ്രവാചകരുടെ അടുത്ത് പോയാൽ God will bring the healing in his life. അവന്റെ ജീവിതത്തിൽ ദൈവം സൗഖ്യം കൊണ്ടുവരും. That was the only job she was supposed to do. അവൾ ചെയ്യാൻ ദൈവം ആഗ്രഹിച്ച ഏക ജോലി അതായിരുന്നു. She did not took him in the donkey or horse, whatever available that time. ആ സമയത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്ന കഴുതയുടെ കുതിരയുടെ മേൽ അവനെ കയറ്റി ഇരുത്തിയില്ല. She did not preach a 7-point sermon. 7 പോയിന്റുള്ള പ്രസംഗം പ്രസംഗിച്ചില്ല. She did only one thing. അവൾ ഒരു കാര്യം മാത്രമേ ചെയ്തുള്ളൂ. If my master goes to the prophet of God, പ്രവാചകന്റെ അടുത്ത് എന്റെ യജമാനൻ പോയാൽ he will be healed. അവന് സൗഖ്യം കിട്ടും. Let me tell you one thing this morning. ഇന്ന് പകൽക്കാലം ഒന്ന് പറയട്ടെ. You have to say only one sentence. നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി. The people will come to the Lord Jesus ജനം Christ. യേശുവിന്റെ അടുത്ത് വരും. The gospel will go to every village. സുവിശേഷം എല്ലായിടത്തും ചെയ്യും. If Coca-Cola can go to every village, എല്ലാ ഗ്രാമത്തിലും കൊക്കക്കോളയ്ക്ക് we പോകാമെങ്കിൽ can take the name of Jesus everywhere. എല്ലായിടത്തും യേശുവിനെ കൊണ്ടുപോകാൻ സാധിക്കും. But the problem we have, എന്നാൽ നമുക്കുള്ള പ്രശ്നം we are satisfied inside the church building. നമുക്ക് സഭയുടെ ഉള്ളിലാണ് We സന്തോഷം. don't want anyone to know who Jesus is. യേശു ആരാണെന്ന് ആരും അറിയാൻ നമുക്ക് I ഇഷ്ടമല്ല. am happy I have been saved. ഞാൻ രക്ഷിക്കപ്പെട്ടത് ഞാൻ സന്തോഷവാനാണ്. I am happy I have been baptized. ഞാൻ സ്നാനപ്പെട്ടതിൽ I സന്തോഷിക്കുന്നു. am happy I got the Holy Spirit. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് കിട്ടിയത് ഞാൻ I am സന്തോഷിക്കുന്നു. happy every Sunday I can sing. എല്ലാ ഞായറാഴ്ച പാടാൻ എനിക്ക് സാധിക്കുന്നു. സ്തോത്രം. Come in the church and put $1 offering. സഭയിൽ വന്ന് $1 ഓഫറിംഗ് ഇടുന്നതിൽ And സന്തോഷം. my job is done. എന്റെ ജോലി കഴിഞ്ഞു. Next Sunday same thing. അടുത്ത ഞായറാഴ്ച അത് തന്നെ. The following Sunday same thing. അടുത്ത ഞായറാഴ്ച അത് തന്നെ. 52 Sunday we do the same thing. 52 ഞായറാഴ്ച മിക്ക ആൾക്കാരും ഇത് തന്നെ. ആമേൻ. What the message is saying to us this morning? ഇന്ന് പകൽക്കാലം സന്ദേശം എന്താ നമ്മോട് പറയുന്നത്? Arise എഴുന്നേൽക്ക, and shine. നീ പ്രകാശിക്ക. Only 2 things we have to do. 2 കാര്യം ചെയ്യുക. We have to arise where we are sitting. നമ്മൾ ഇരിക്കുന്നിടത്ത് എഴുന്നേൽക്കണം. And we have to go out. നാം പുറത്തേക്ക് പോകണം. And when we go out, പുറത്തേക്ക് പോകുമ്പോൾ we have to shine for Jesus Christ. യേശുവിന് വേണ്ടി നാം പ്രകാശിക്കണം. What did the word 2 says here? എന്താ വചനം രണ്ടാമത് പറയുന്നത്? See the darkness cover the earth. ഭൂമിയെല്ലാം അന്ധകാരത്താൽ നിറയപ്പെട്ടിരിക്കുന്നു. And the thick darkness is over the people. ജനത്തിന്റെ മേലെ അന്ധകാരം പരന്നിരിക്കുക. We know people are living in darkness. നാം അറിയണം ജനം അന്ധകാരത്തിലാണ്. I say we have to realize there are thousands and millions of people, they are still living in darkness. ദൈവമക്കളെ, നിങ്ങൾ അറിയണം, നമ്മൾ അറിയണം, അനേകം ആ കോടിക്കണക്കിന് ജനലക്ഷങ്ങൾ അന്ധകാരത്തിലാണ്. What we have to do? നാം എന്തു ചെയ്യണം? The word of God says ദൈവവചനം പറയുന്നു we have to do only 2 things. 2 കാര്യമാണ് ചെയ്യേണ്ടത്. The number 1, we have to arise. ഒന്ന് എഴുന്നേൽക്കണം. Number 2, we have to shine. നാം പ്രകാശിക്കണം. If I put the flashlight here in this light red room, ഞാൻ ഇവിടെ ഇരിക്കുന്ന വെളിച്ചം ഉള്ളിടത്ത് തന്നെ വീണ്ടും വെളിച്ചം കത്തിച്ചാൽ has no meaning. പ്രത്യേകിച്ച് അതുകൊണ്ട് ഗുണമെല്ലാം ഉണ്ടോ? No one will see the flashlight light there in this room. ചെറിയ ഫ്ലാഷ് ലൈറ്റ് ഞാൻ അങ്ങോട്ട് കത്തിച്ച ആരെങ്കിലും അറിയോ? No one will know. ആരും അറിയില്ല. But if I take that flashlight into the dark room, എന്നാൽ ഞാൻ ഡാർക്ക് റൂമിൽ ഒന്ന് കൊണ്ട് അടച്ചാൽ that flashlight will bring the light in the dark room. അവിടെ ആ കൊച്ചു ലൈറ്റ് ആണെങ്കിലും ആ അന്ധകാരത്തിൽ അതൊരു തിരിയാണ്, വെളിച്ചമാണ്. When pastor came to this hall, ഹാളിലേക്ക് വന്നപ്പോൾ there was darkness here. ഇവിടെ അന്ധകാരമായിരുന്നു. He did not pray. നാം പ്രാർത്ഥിച്ചില്ല. He did not rebuke the darkness. അന്ധകാരത്തെ ശാസിച്ചില്ല. He did not say, darkness, from this room. അങ്ങനെ അന്ധകാരം എന്ന് പറഞ്ഞില്ല. What he did? താൻ എന്താ ചെയ്തത്? He came and turned on the switch. ഹല്ലേലൂയ. താൻ വെളിച്ചമുള്ള സ്വിച്ച് ഓൺ ആക്കി. As soon as he turned on the switch, ആ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ the light came in the ആ room. വെളിച്ചം വന്നു. And the darkness is out. അതാ അന്ധകാരം പുറത്തുപോയി. The problem we have as Christians, ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക് നമ്മുടെ പ്രശ്നം, we are praying for darkness to go. ആമേൻ, അന്ധകാരം മാറാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. But we are not shining the light. എന്നാൽ യേശുവിന്റെ വെളിച്ചം നമ്മൾ പ്രകാശിക്കുക വേണ്ടത്. If darkness has to go out, അന്ധകാരം പോകണമെങ്കിൽ we have to shine. നാം പ്രകാശിക്കണം. Pastor could have stayed here for 4 hours praying for darkness to go. പാസ്റ്റർക്ക് 4 മണിക്കൂർ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുക അന്ധകാരം മാറാൻ. He could have prayed for another 40-day fasting in this room. പിന്നെ അതിനുവേണ്ടി ഇതേ മുറിയിൽ ഇരുന്ന് 40 ദിവസം ഉപവസിക്കാം. He can bring the whole city of Philadelphia to pray here. That's going to happen. ഫിലഡൽഫിയ പട്ടണത്തെ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കാം. But unless and until he turn on the switch, എന്നാൽ വെളിച്ച ലൈറ്റ് ഓൺ ആക്കുന്നവരെ the darkness is going to stay here. അന്ധകാരം ഇവിടെ നിൽക്കും. Once he turn on the switch, ലൈറ്റ് ഓൺ ആക്കിയാൽ he has to do nothing. പിന്നെ അദ്ദേഹം ഒന്നും ചെയ്യണ്ട. He don't have to
chase the darkness. ഓ അന്ധകാരത്തിന്റെ പുറകെ ഓടിക്കണ്ട. The darkness is out. സ്വാഭാവികമായി അന്ധകാരം പുറത്തു പോകും. The light and darkness cannot be in the same room. ഹല്ലേലൂയ. അന്ധകാരവും വെളിച്ചവും ഒരേ മുറിയിൽ ഒരുമിച്ചിരിക്കില്ല. We will say we are not the light. നമ്മൾ പറയും ഞങ്ങളല്ലല്ലോ വെളിച്ചം. We know Jesus said I am the light of the world. യേശു പറഞ്ഞു ഞാനാണ് ലോകത്തിന്റെ It is വെളിച്ചം. very true. Jesus is the light of the world. സത്യമാണ്, യേശുവാണ് ലോക വെളിച്ചം. And he has said I am the light of the world. No one else has said it. മറ്റാരും പറയാത്തൊന്ന് യേശു പറഞ്ഞു ഞാനത്രേ ലോകത്തിന്റെ But വെളിച്ചം. the same Jesus also said അതേ യേശു തന്നെ പറഞ്ഞു in the same chapter, അതേ അധ്യായത്തിൽ you are the light of the world. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. We are the light of the world. നാം ആണ് ലോക വെളിച്ചം. When we walk through the dark world, നാം അന്ധകാരത്തിലൂടെ പോകുമ്പോൾ, when we go to the dark homes, നമ്മൾ അന്ധകാരമുള്ള ഭവനത്തിൽ പോകുമ്പോൾ, when we go where the devil has brought the people into the darkness, പിശാച് ജനത്തെ കൊണ്ടുവന്നിരിക്കുന്ന അന്ധകാരം കാണുമ്പോൾ, as Jacob Thomas, ജേക്കബ് തോമസ് എന്ന അലവിൽ who has received the light from the Lord, ദൈവത്തിൽ നിന്നും വെളിച്ചം when I ലഭിച്ചിരിക്കുന്ന go into the dark room, ഞാൻ അന്ധകാര മുറിയിലേക്ക് when I പോകുമ്പോൾ, go to the dark villages, ഞാൻ ആ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ, when I go to the dark cities and towns, ഞാൻ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും അന്ധകാരത്തിലുള്ളത് I have പോകുമ്പോൾ to shine for Jesus. ഞാൻ യേശുവിന് വേണ്ടി നിൽക്കും. The problem I have, എനിക്കുള്ള പ്രശ്നം, I want to shine inside the church. എനിക്ക് സഭയ്ക്കുള്ളിൽ തിളങ്ങണം. Everyone want to shine inside the എല്ലാവർക്കും church. സഭയ്ക്കുള്ളിൽ തിളങ്ങണം. Everyone to shine on the pulpit. എല്ലാവർക്കും പുൾപിറ്റിൽ തിളങ്ങണം. Everyone to shine in the convention. കൺവെൻഷനിൽ തിളങ്ങണം. I want to shine in the crusade. ക്രൂസൈഡിൽ തിളങ്ങണം. The darkness will not go away. ആ അന്ധകാരം അങ്ങനെയല്ല പോകുന്നത്. Shining inside the church will not remove the darkness outside. ഈ സഭയിൽ ഇരുന്ന് കത്തിയത് കൊണ്ട് പുറത്തുള്ള അന്ധകാരം മാറുമെന്ന് He വിചാരിക്കരുത്. said the darkness is covering the earth. ഇവിടെ പറയുന്ന അന്ധകാരം ഭൂമിയെ മൂടുന്നു. The thick darkness is over the people. ആ ജനത്തിന് മേലെ ആ കട്ടിയുള്ള അന്ധകാരമാണ്. But there is a promise of God in the same എന്നാൽ word. അതേ വാക്യത്തിൽ ദൈവത്തിന്റെ ഒരു വാഗ്ദാനമുണ്ട്. He said the Lord is rising upon you. യഹോവ നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. And his glory appears over you. നിന്റെ മേൽ അവന്റെ തേജസ് വരുന്നു. And the Lord is with us. ദൈവം നമ്മോടൊപ്പമുണ്ട്. And if he has risen over us, നമ്മുടെ മേൽ അവൻ and ഉദിച്ചെങ്കിൽ we have the glory of God, ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേലുണ്ടെങ്കിൽ, wherever we go, തേജസ്സുമായി നമ്മൾ എവിടെ our പോയാലും Jesus is with us. യേശു നമ്മളോടൊപ്പം ഉണ്ട്. Wherever we go, നമ്മൾ എവിടെ പോയാലും the light of Jesus is with us. യേശുവിന്റെ വെളിച്ചം നമ്മോടൊപ്പം May ഉണ്ട്. God open our eyes this morning, ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ കണ്ണ് തുറക്കട്ടെ. that we will realize what God has given in our life. നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്താ തന്നിരിക്കുന്നതെന്ന് അറിയുവാൻ. In this dark world, nothing can happen unless and until church rise up. ഈ അന്ധകാരമായ ലോകത്തിൽ സഭയെ നീ എഴുന്നേൽക്കാതെ ഇവിടെ ഒന്നും നടക്കത്തില്ല. Unless and until every believer rise up, nothing will work. എല്ലാ വിശ്വാസികളും യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാതെ ഒന്നും നടക്കുമെന്ന് വിചാരിക്കരുത്. It's not enough for Pastor Sajunanan to stand alone. ഒരു ദേവദാസൻ തനിയെ നിന്നാൽ എല്ലാ കാര്യവും നടക്കുമെന്ന് വിചാരിക്കരുത്. Every believer, എല്ലാ വിശ്വാസിയും, every brothers, എല്ലാ സഹോദരി, every sisters, എല്ലാ സഹോദരിമാരും, every children, എല്ലാ കുഞ്ഞുങ്ങളും, we all have to stand and shine for Jesus. നമ്മളെല്ലാവരും യേശുവിന് വേണ്ടി നിന്ന് കത്തണം. There are 6 type of people in the churches who are living in darkness. അന്ധകാരത്തിൽ ജീവിക്കുന്ന 6 തരത്തിലുള്ള ആൾക്കാർ ഇന്ന് സഭകളിലുണ്ട്. And the church is not realizing it. സഭ ഇത് മനസ്സിലാക്കുന്നില്ല. We know the unbelievers are in sleep. നമുക്കറിയാം അവിശ്വാസികൾ അവർ ഉറക്കമാണ്. As 2 Corinthians chapter 4 verse 4 says, 2 കൊരിന്ത്യർ 4:4 പറയുന്നു, the God of this world has darkened their eyes. ഈ ലോകത്തിന്റെ പ്രഭു അവരുടെ കണ്ണുകളെ കുരുടാക്കിയിരിക്കുന്നു. So we know that. നമുക്കതറിയാം. The unbelievers are living in darkness, they are sleeping. അവിശ്വാസികൾ അന്ധകാരത്തിലാണ്, ഉറക്കമാണ്. But what is the condition of the believers? അല്ല, വിശ്വാസികളുടെ നിലവാരം എന്താണ്? Believers are sleeping among the people who are dead. ഓ, മരിച്ചവരുടെ ഇടയിൽ വിശ്വാസികളും ഉറങ്ങുകയാണ്. ഉറങ്ങുന്നവരുടെ നടുവിൽ അവർ ഉറങ്ങുകയാണ്. Ephesians 5. എഫെസ്യർ 5:4 What it says there? എന്താ അവിടെ പറയുന്നത്? Arise, എഴുന്നേൽക്ക among from the dead. ഓ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. There is no more time for us to sleep among the dead people. ഓ, മരിച്ചവരുടെ ഇടയിൽ കിടന്ന് ഇനി ഉറങ്ങുവാൻ നേരമില്ല. There is no more time for us to sleep with the people who are sleeping. ഓ, ഉറങ്ങുന്നവരോട് ഇരുന്ന് ഉറങ്ങുവാൻ നമുക്ക് നേരമില്ല. We have to arise. നമ്മൾ എഴുന്നേൽക്കണം. And we have to shine for Jesus. യേശുവിന് വേണ്ടി നമ്മൾ എഴുന്നേൽക്കണം. Not only the believers are sleeping and not aware. വിശുദ്ധന്മാരും വിശ്വാസികൾ മാത്രമല്ല ഉറങ്ങുന്നത്. But in Revelation chapter 3 we find the church is also sleeping. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ഉറങ്ങുന്ന സഭയെ പോലും നമുക്ക് It കാണാം. talks about the church of Sardis. ഓ, സർദീസിലെ സഭയെ കുറിച്ചാണ് പറയുന്നത്. What it says there? Someone read that. ആരെങ്കിലും ആ ഭാഗം വായിക്കണം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 2 and 3. 2-3 വാക്യങ്ങൾ. ഉണർന്നുകൊള്ളുക,
ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. The time for us to arise. എഴുന്നേൽക്കേണ്ട സമയമായി. This is not for the non-believers. ഇത് അവിശ്വാസികൾക്കുള്ളതല്ല. This is not for Hindus and Muslims. ഹിന്ദുക്കൾക്കും മുസ്ലിമുകൾക്കുമല്ല. It's written to the one of the church. സഭയ്ക്ക് വേണ്ടിയാണ് ഇത് This എഴുതിയിരിക്കുന്നത്. is for you and I. എനിക്കും നിങ്ങൾക്കും വേണ്ടി It എഴുതിയിരിക്കുന്നു. says you arise, you wake up. നിങ്ങൾ എഴുന്നേൽക്ക് എന്ന് പറയുന്ന വചനം. Unbelievers are sleeping. ഓ വിശ്വാസികൾ ഉറങ്ങുകയാണ്. Believers are sleeping. വിശ്വാസികളാണ് ഉറങ്ങുന്നവർ. Here it says the church is sleeping. ഇവിടെ പറയുന്നു സഭ ഉറങ്ങുകയാണ്. The next thing we find the leaders are sleeping. അടുത്തത് നേതൃത്വത്തിലുള്ളവർ ഉറങ്ങുന്നത് കാണാം. Jesus in the last day of his ministry on the face of the earth. ഈ ലോകത്തിൽ തന്റെ ശുശ്രൂഷയുടെ അവസാന കാലഘട്ടങ്ങളിൽ Before he was going to be crucified. ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് He went to the garden of Gethsemane. ഗെത്സമനെ തോട്ടത്തിലേക്ക് പോയി. And when he was going to the garden of Gethsemane for prayer, പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവിടെ പോയപ്പോൾ he took 3 executive board members. തന്റെ ബോർഡ് കമ്മിറ്റിയിലുള്ള 3 പേരെ കൊണ്ടുപോയി. He had a committee of 12 people. 12 പേരുള്ള കമ്മിറ്റി യേശുവിനുണ്ട്. Out of that they had the executive board of 3 people. അതിൽ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള 3 പേരുണ്ടായിരുന്നു. Jesus thought, യേശു വിചാരിച്ചു this executive board will stay and pray with me. തന്റെ കൂടെ ഇരുന്ന ഇവർ 3 പേരും പ്രാർത്ഥിക്കുമെന്ന് പ്രതീക്ഷിച്ചു. He took Peter, John and James. പത്രോസ്, യാക്കോബ്, യോഹന്നാനെ വിളിച്ചു And കൊണ്ടുപോയി. told these leaders, അവരോട് പറഞ്ഞു, I'm going forward. മുന്നോട്ട് പോവുക. But I want you to pray with me. എന്നോടൊപ്പം പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. Watch and pray. ഓ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. Watch and pray. കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. Jesus went to pray. യേശു പ്രാർത്ഥിക്കുവാൻ പോയി. He come back to the leaders. തിരിച്ച് ലീഡർമാരുടെ അടുത്ത് വന്നു. He found them sleeping. നല്ല ഉറക്കമാ. He came and said, വന്ന് പറഞ്ഞു, watch and pray. ഓ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. Jesus go forward again. വീണ്ടും മുന്നോട്ട് പോയി. Started praying again. വീണ്ടും പ്രാർത്ഥിക്കാൻ When തുടങ്ങി. Jesus is praying, യേശു പ്രാർത്ഥിക്കുന്നു. these leaders are snoring. ഓ ഇവർ നല്ല ഉറക്കമാണ്, കൂർക്കം വലിയാണ്. Praise the Lord. Jesus come the second time. രണ്ടാം പ്രാവശ്യം യേശു The വന്നു. third time. മൂന്നാം The പ്രാവശ്യം same thing. അതേ കാര്യം. Master is in great agony. ഇതാ യജമാനൻ വലിയ He is വേദനയിലാണ്. praying to the Father. പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. See the condition of the leaders. ഓ നേതൃത്വത്തിന്റെ ഒരു വിഷയം നിങ്ങൾ കണ്ടോ? Even though they have been asked to pray, പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടും, even though they have been asked to be watch and to be alert and awake, കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടും, in the same place അതേ സ്ഥലത്ത് where Jesus is praying, യേശു പ്രാർത്ഥിക്കുന്നിടത്ത് the leaders are sleeping. ഓ നേതൃത്വം ഉറക്കവാ. This is the condition of leaders in the world today. ഇതാണ് ലോകത്തിലുള്ള സഭാ നേതൃത്വത്തിന്റെ പ്രത്യേകത. ആമേൻ. The time has come. സമയം വന്നിരിക്കുന്നു. The leaders to arise. ഓ നേതൃത്വം എഴുന്നേൽക്കണം. To arise and shine. എഴുന്നേറ്റ് To പ്രകാശിക്കണം. go and fight the enemy. ശത്രുവിനെ തോൽപ്പിക്കുവാൻ. The next thing, മൂന്നാമത്തെ കാര്യം. the fourth thing. നാലാമത്തെ കാര്യം. Actually, this is the fifth one. ശരിക്കും ഇത് 5ആണ്. We have seen unbelievers are sleeping. നമ്മൾ കണ്ടു അവിശ്വാസികൾ ഉറങ്ങുകയാണ്. We have seen the believers are sleeping. വിശ്വാസികൾ ഉറങ്ങുവാണ്. The third thing we have seen the church is sleeping. സഭ ഉറങ്ങുന്നത് മൂന്നാമത്തെ കാര്യം. We have seen the leaders are sleeping. Number 4. 4 നേതൃത്വം ഉറങ്ങുന്നു. Number 5. 5 The prophet and evangelists are sleeping. അയ്യോ പ്രവാചകന്മാരും പുരോഹിതന്മാരും ഉറക്കമാണ്. Evangelist. സുവിശേഷകന്മാരും ഉറക്കമാണ്. We find in the book of Jonah. യോനയുടെ പുസ്തകം Chapter 1. 1 യോന 1 സ്തോത്രം. What the people came and asked him. ആൾക്കാരെന്താ യോനയോട് ചോദിച്ചത്? Asking the prophet. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, How can you sleep? എങ്ങനെ നിനക്ക് ഉറങ്ങുവാൻ സാധിക്കും? ജോന Yeah, book of Jonah chapter 1. ഓക്കെ. യോന 1 ഇങ്ങനെ പറയുന്നു, എങ്ങനെ നിനക്ക് ഉറങ്ങുവാൻ സാധിക്കും? ഐശ്വര്യ ജോന. Yes, the book of Jonah chapter 1. Yeah, see the words there. I want it open. They are coming and asking, arise, how can you sleep? Oh, that is in verse 6. Yes. Oh, okay. Yes. Amen. See, the captain of the ship is coming and asking to the man of God. കപ്പൽ പ്രമാണി വന്ന ദേവദാസനോട് പറയാണ്, How you can sleep? എടാ എങ്ങനെയാണ് ഇരുന്ന് ഉറങ്ങാൻ The പറ്റുന്നത്? whole ship crew and the member and the traveler, they are praying to their gods. എല്ലാവരും അവരുടെ ദൈവത്തോട് നിലവിളിക്കുന്ന സമയമാ. There was only one true believer there. അവിടെ യഥാർത്ഥ വിശ്വാസി ഒരുവനേ ഉള്ളൂ. Only one prophet. ഒരുവൻ മാത്രമേ ഉള്ളൂ. Only one evangelist. ഒരു സുവിശേഷകനേ ഉള്ളൂ. What he is doing? അവൻ എന്താ ചെയ്യുന്നേ? He's sleeping. നല്ല ഉറക്കമാണ്. This is the condition of the churches today. ഇന്ന് സഭകളുടെ അവസ്ഥയാണിത്. You go to the Hindu temple. നിങ്ങൾ ഹിന്ദു ക്ഷേത്രത്തിൽ പോയിക്കേ, You will find people are crying in the night. അവര് രാത്രി കാലങ്ങളിൽ അവിടെ കരയുന്നത് You കാണിക്കാം. go to the mosque. നിങ്ങൾ മുസ്ലിമുകളുടെ പള്ളിയിൽ പോയിക്കേ, They are crying and praying to their Allah. അവരുടെ അള്ളാഹയോട് അവർ പ്രാർത്ഥിക്കുക. You go to any gurudwara in India. ഇന്ത്യയിലെ ഏതെങ്കിലും പഞ്ചാബിലെ ഗുരുദ്വാരെ പോ, From morning you will find the ladies, the men and the women are coming and crying to their God. രാവിലെയും വൈകിട്ടും പെണ്ണുങ്ങളും ആണുങ്ങളും സഹോദര ഇവരെല്ലാം പ്രാർത്ഥിക്കുക അവരുടെ ദൈവത്തോട്. There's only one place.
ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ where there is no crying, ഒരു കരച്ചിലുമില്ലാത്ത, where there is no prayer, പ്രാർത്ഥനയില്ല, where the people are not awake. ജനം എഴുന്നേക്കുന്നില്ല. That is the church. അത് സഭയാ. കഷ്ടം. ഹല്ലേലൂയ. Then we say the Lord has to come back. കർത്താവ്, നമ്മൾ പറയും കർത്താവ് വരട്ടെ, വേഗം വാ, Lord you come back soon. വേഗം വാ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. What Jesus said, യേശു പറഞ്ഞത്, when this gospel will be preached to all the nation, then the end will come. ആമേൻ. ലോകത്തെല്ലായിടത്തും പ്രസംഗിച്ചത് കഴിയുമ്പോൾ അവസാനം ഉണ്ടാകുന്ന യേശു. Not the whole world to come to Jesus. ലോകം മുഴുവൻ യേശുവിന്റെ അടുത്ത് വരണമെന്നല്ല. He said when this gospel is preached to everyone, എല്ലാവരുടെ അടുത്തും സുവിശേഷം പറയണമെന്ന്, then the end will come. അപ്പോൾ അവസാനം വരും. We have seen the unbelievers are sleeping. നമ്മൾ കണ്ടു അവിശ്വാസികൾ ഉറങ്ങുന്നു. We have seen the believers are sleeping. വിശ്വാസികൾ ഉറങ്ങുന്നു. The church is sleeping. സഭ ഉറങ്ങുന്നു. The leaders, the executive board is sleeping. നേതൃത്വവും കമ്മിറ്റിക്കാരും ഉറങ്ങുന്നു. The number 5 we have seen the prophet and the evangelist is sleeping. ഇതാ പ്രവാചകനും ശുശ്രൂഷകനും ഉറങ്ങുന്നു, സുവിശേഷകനും. Number 6 6 the anointed man of God is sleeping. അഭിഷിക്തൻ ഉറങ്ങുന്നു. Judges chapter 16 verse 19. ന്യായാധിപന്മാരുടെ പുസ്തകം 16 അധ്യായത്തിന്റെ 19 വാക്യം. Judges 16:19. ന്യായാധിപന്മാർ 16:19. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. Yes, she put her into her lap and put him to sleep. അവൾ അവനെ മടിയിൽ ഉറക്കി. Who is this man? ആരേ മനുഷ്യൻ? We all know he's the anointed man of God. നമുക്കെല്ലാവർക്കും അറിയാം അഭിഷിക്തനായ ശിംശോനാണ്. We know he's a Nazarite. അവൻ നസ്ര വധം എടുത്തവനാണ്. Before he was born he was separated for God. ജനിക്കുന്നതിന് മുമ്പേ ദൈവത്തിന് വേണ്ടി വേർപെട്ടവനാണ്. He had the great anointing of God. ദൈവത്തിന്റെ വലിയ അഭിഷേകം ഉണ്ടായിരുന്നു. No enemy could come before him. ഒരു ശത്രുവിനെ തോൽപ്പിക്കാൻ No സാധിക്കില്ല. lion could stand before him. ഒരു ശത്രുവിനെ തോൽപ്പിക്കാനാവില്ലായിരുന്നു. Great anointed man of God. അഭിഷിക്തനായിരുന്നു. Who overpower every enemy. എല്ലാത്തിനെയും തകർത്തവനാണ്. See the condition of him. അവന്റെ അവസ്ഥ കണ്ടോ? Sleeping in the lap of Delilah. ദലൈലയുടെ മടി കിടന്നവൻ ഉറങ്ങുക. I can understand if he's a worldly man. ലൗകികനായ മനുഷ്യനാണ് എനിക്ക് I മനസ്സിലായി. can understand the man who do not believe in God. ദൈവത്തെ വിശ്വസിക്കാത്തവനാണ് I എനിക്കറിയാം. can understand who do not have the anointing or power of God. അഭിഷേകം ഇല്ലാത്തവൻ, ശക്തി ഇല്ലാത്തവനാണ് അറിയാം. But he is the anointed powerful man of God. അഭിഷിക്തനായ ശക്തിയുള്ളവനാണ് ശിംശോൻ. The greatest tool the enemy will use in our life നമ്മുടെ ജീവിതത്തിൽ പിശാച് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ തന്ത്രങ്ങളിൽ ഒന്ന് is to put us to sleep. നമ്മളെ ഉറക്കി കളയുക. Because he know one thing. അവനൊന്നറിയാം, If the church is sleeping, സഭ ഉറങ്ങിയാൽ, if the believers are sleeping, വിശ്വാസികൾ if ഉറങ്ങിയാൽ, the leaders are sleeping, നേതൃത്വം ഉറങ്ങിയാൽ, if the prophet, evangelist and anointed man of God is sleeping, അഭിഷിക്തന്മാരും പ്രവാചകന്മാരും സുവിശേഷകന്മാരും ഉറങ്ങിയാൽ he don't have to worry. അവന് ഒരു പ്രയാസവും ഇല്ല. He has a problem. അവനൊരു പ്രശ്നമുണ്ട്. When the church will rise up, സഭ എഴുന്നേൽക്കുമ്പോൾ he has a problem. അവനൊരു പ്രശ്നമുണ്ട്. When the church will pray, സഭ പ്രാർത്ഥിക്കുമ്പോൾ he has a problem. അവനൊരു പ്രശ്നമുണ്ട്. When we get the power and we want to go out, നമുക്ക് ശക്തി ലഭിച്ച് പുറത്തേക്ക് പോകണമെങ്കിൽ but he know one thing. അവനൊരു കാര്യം അറിയാം, If he can put us to sleep, നമ്മളെ ഒന്ന് ഉറക്കാൻ പറ്റിയാൽ don't have to worry anything. അവന് ഒരു പ്രയാസവും ഇല്ല. That's what the devil is doing nowadays. അതാണ് ഈ ദിവസങ്ങളിൽ പിശാച് ചെയ്യുന്നത്. Especially in this country. പ്രത്യേകിച്ച് ഈ രാജ്യത്ത് We Christians who believers who came from India ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്ന വിശ്വാസികൾ, and mainly who came from Kerala, കേരളത്തിൽ വന്ന വിശ്വാസികൾ we are going to sleep. നമ്മൾ ഉറങ്ങാൻ പോവാ. I have not seen in North India, ഞാൻ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ കണ്ടിട്ടില്ല. but time to time I have visited Kerala after my marriage. എന്റെ വിവാഹത്തിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേരളത്തിൽ പോയിട്ടുണ്ട്. As soon as the darkness comes, അന്ധകാരം വരുമ്പോഴേ evening, വൈകുന്നേരം every home എല്ലാ ഭവനവും you will see somebody singing. ആരെങ്കിലും ഒരാൾ പാടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. Doesn't matter they are Jacobite, Marthomite, they are CSI, from every home the songs were coming out. ഏത് സഭാ വിഭാഗമാണെങ്കിലും വൈകുന്നേരങ്ങളിൽ വലിയ പ്രാർത്ഥന ഉയരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ ടിവിയാ. There was a time when every morning the Appachan Ammachi will wake up and they will wake, after their prayer they will wake up the children. Every day morning the Appachan and the Ammachi, after their early morning prayer, they'll wake up the children to pray with them. But that days are gone. ദിവസങ്ങൾ നഷ്ടപ്പെട്ടു പോയല്ലോ. We have no time for prayer. നമുക്കിപ്പോ പ്രാർത്ഥിക്കാൻ നേരമില്ലല്ലോ. Why we have to pray? എന്തിനാ പ്രാർത്ഥിക്കുന്നേ? We have food in the refrigerator. റെഫ്രിജറേറ്റർ ഫ്രിഡ്ജ് ഫുഡ് ഉണ്ട്. We have money in the bank. ബാങ്കിൽ പണമുണ്ട്. If we have no money, പണമില്ലെങ്കിൽ we have credit card. ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. We can go and charge everything. നമുക്ക് എല്ലാം ഒന്ന് വരച്ചാ മതി. Then why we have to pray? പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നേ?
Everything is comfortable in this country. ഈ ദേശത്ത് എല്ലാം സൗകര്യമാണ്. That's what Jonah thought. യോന അങ്ങനെ ചിന്തിച്ചത്. He got the comfortable seat. നല്ലൊരു സ്ഥലം കിട്ടി. Nice first class berth to sleep. ഫസ്റ്റ് ക്ലാസ് ബർത്തും കിട്ടി ഉറങ്ങാൻ കപ്പലിൽ. ഹല്ലേലൂയ. We have everything, nice comfortable bed. കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങാനുള്ള എല്ലാം ഉണ്ട്. Before we will sleep on the floor. നേരത്തെ നിലത്ത് കിടന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. We will wake up in the morning. രാവിലെ എഴുന്നേൽക്കുമായിരുന്നു. But now we have nice pillow, nice bed, nice comforter, nice air condition in the house. We want to sleep. ഉറങ്ങാൻ എയർ കണ്ടീഷൻ, വീട്, കംഫർട്ടർ എല്ലാം ഉള്ള എല്ലാം ഉണ്ട്. I'm not against of any of these things. പറയട്ടെ, ഇതിനൊന്നും ഞാൻ എതിരല്ല. I have good bed. എനിക്ക് നല്ല കട്ടിലുണ്ട്. I have nice pillow. എനിക്ക് നല്ല പില്ലോ ഉണ്ട്. I have air condition in my house. എന്റെ വീടും എയർ കണ്ടീഷൻ ആണ്. But what I'm telling, ഞാൻ എന്താ പറയുന്നത്, when God has blessed us so much, ദൈവം ഇത്രയും നമ്മളെ അനുഗ്രഹിച്ചാൽ don't forget to call upon the name of the Lord. ദൈവത്തെ വിളിക്കാം മറക്കല്ലേ. What the captain and other people are saying to the man of God, to the prophet, ഇവിടെ കപ്പൽ പ്രമാണി എന്താണ് ദൈവദാസനോട് പറയുന്നത്? how can you sleep? എടാ, എങ്ങനെ ഉറങ്ങാൻ പറ്റും നിനക്ക്? You claim you are a Christian. നീ ഒരു ക്രിസ്ത്യാനിയാണെന്നാണ് നിന്റെ You അവകാശം. claim you are a pastor. നീ ഒരു പാസ്റ്ററാന്ന് നീ പറയുന്നു. You claim you are evangelist. നീ ഒരു സുവിശേഷകനാന്ന് നീ പറയുന്നു. You claim that you are a board member. നീ ഒരു കമ്മിറ്റിക്കാരനാണ് നിന്റെ വിചാരം. But you are sleeping. നീ ഉറങ്ങുവാ. ഹല്ലേലൂയ. May God have mercy on us. നമ്മുടെ മേൽ ദൈവത്തിന് കരുണയുണ്ടാവട്ടെ. The darkness is going far and far and far. അന്ധകാരം മാറി 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 പോവാ. The thick darkness is over the people. ജനത്തിന് മേൽ കട്ടിയുള്ള അന്ധകാരമാ. We have seen 6 type of people who are sleeping. ഉറങ്ങുന്ന 6 പേരെ കണ്ടു. It is not our job to sleep now. ഇപ്പോൾ ഉറങ്ങേണ്ട സമയമല്ല, സഭയോട് പറയുന്നു. It is time for us to rise up and wake up. എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട സമയമാണ്. Book of Romans chapter 13 verse 11 to 14. റോമർ 13:11 മുതൽ 14 വരെ What we read there. നമ്മൾ എന്ത് വായിക്കും? What the Paul is saying to the believers of Rome. പൗലോസ് എന്താ റോമയിലുള്ള വിശ്വാസികളോട് It is പറയുന്നത്? not only for them. ഇത് അവർക്ക് വേണ്ടി മാത്രമല്ല, It is for the believers in Philadelphia. ഇത് ഫിലഡൽഫിയയിലുള്ള It is വിശ്വാസികൾക്കുള്ള, for the Indian believers. ഇത് ഇന്ത്യ വിശ്വാസികൾക്കുള്ളതാ. What it says there. എന്താ പറയുന്നത്? റോമർ 14:11 13:11. അല്ല 13:11. റോമർ 13:11. Understanding the present time. ഈ കാലഘട്ടങ്ങളെ തിരിച്ചറിഞ്ഞ് The hour has come for you to wake up from your slumber. നിങ്ങളുടെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കേണ്ട The സമയമായിരിക്കും. time has come up for us to wake up from our sleep. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. എഴുന്നേൽക്കണം. You have to know the time. നാം സമയത്തെ കുറിച്ച് അറിയണം. When the darkness is increasing, അന്ധകാരം വർദ്ധിക്കുമ്പോൾ, when the evil forces are increasing, അന്ധകാര ശക്തികൾ വർദ്ധിക്കുമ്പോൾ, what the Paul is saying എന്താ പൗലോസ് to പറയുന്നത്? the believers there, ഇവിടെ റോമയിലുള്ള to the വിശ്വാസികൾ, church here, സഭയോ ഇവിടുത്തെ time സഭയോട് to wake up. എഴുന്നേൽക്കേണ്ട സമയമായി. Time to wake up. എഴുന്നേൽക്കേണ്ട സമയമായി. Not only to wake up but to go and shine for Jesus. എഴുന്നേൽക്കാൻ മാത്രമല്ല, യേശുവിന് വേണ്ടി നല്ലതുപോലെ കത്തുവാൻ. ഹല്ലേലൂയ. You will say, I do not have any power. പറയ്, എനിക്ക് ശക്തിയൊന്നുമില്ല. I do not have any light. എനിക്ക് വെളിച്ചമില്ല. Moon has no light. പറയട്ടെ, ചന്ദ്രന് പ്രത്യേകിച്ച് വെളിച്ചമൊന്നുമില്ല. Moon has no light. ചന്ദ്രൻ അവന്റേതായിട്ടുള്ള യാതൊരു വെളിച്ചവുമില്ല. Moon received the light from the sun. സൂര്യനിൽ നിന്നുമാണ് ചന്ദ്രൻ അവന്റെ And the പ്രകാശത്തെ light, and the സ്വീകരിക്കുന്നത്. light which the moon received, that's the light it reflects to the world. ലഭിക്കുന്ന വെളിച്ചത്തെ ലോകത്തിലേക്ക് അത് കാണിക്കുകയാണ്. How dark is the night? അന്ധകാരം എത്ര അന്ധകാരമാണ്, ഇരുട്ട്. When there is a full moon, ഒരു പൂർണ്ണചന്ദ്രന്റെ സമയത്ത് we all look to the light of the moon. നാം ആ ചന്ദ്രനിലേക്ക് നോക്കും. Let us ask the moon this morning, നമുക്ക് ഇന്ന് പകൽക്കാലം ചന്ദ്രനോട് ചോദിക്കാം, how you can shine in the darkest night? ഈ അന്ധകാരത്തിൽ എങ്ങനെ നിനക്ക് കത്താൻ The സാധിക്കും? moon will say to us, ചന്ദ്രൻ നമ്മോട് പറയും, I do not have any power. എനിക്ക് എന്റേതായ ശക്തിയില്ല. I do not have any light. എനിക്ക് വെളിച്ചമില്ല. The light which is shining is not my light, it is the light of the sun. എന്റേതല്ല, സൂര്യന്റേതാണ് ഞാൻ അടുപ്പിക്കുന്നത് ഈ ശോഭ. I am just the channel to reflect the light of the sun to the world. ലോകത്തിന് പ്രകാശം സൂര്യന്റേത് കൊടുക്കുവാനുള്ള മുഖാന്തരം മാത്രമാണ്. We are believers in Jesus Christ. നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വാസികളാണ്. Let me tell you one thing this morning. ഇന്ന് പകൽക്കാലം ഒന്ന് പറയട്ടെ, I do not have any light. എനിക്ക് വെളിച്ചമില്ല. But the light is the Son of righteousness, the Son of God, Jesus Christ. യേശു ക്രിസ്തു എന്ന നീതി സൂര്യനാണ് എന്റെ വെളിച്ചം. When the Son of righteousness comes inside us, നീതി സൂര്യൻ എന്റെ ഉള്ളിൽ വന്നപ്പോൾ, and when we stand in this world, നാം ഈ ലോകത്തിൽ നിൽക്കുമ്പോൾ, we are not shining our light. നമ്മുടെ വെളിച്ചമല്ല നമ്മൾ We are നടക്കുന്നത്. shining the light of Jesus Christ. യേശുവിന്റെ വെളിച്ചമാണ് നമ്മൾ. Jesus said in Gospel of Matthew chapter 5 verse 14, മത്തായി 5:14 യേശു ഇങ്ങനെ പറഞ്ഞു, ye are the light of the world. നാം ലോകത്തിന്റെ വെളിച്ചമാകുന്നു.
You are the light of the world. നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു. Then in verse 16 what Jesus said. 16-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, Let your light shine before men. മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളുടെ വെളിച്ചത്തെ പ്രകാശിക്കട്ടെ. And what they will say? അവരെന്ത് പറയും? They will praise your name. അവർ നിന്റെ നാമം മഹത്വപ്പെടുത്തും. No. അങ്ങനെയാണോ പറഞ്ഞത്? When they see the light of Jesus inside us and through us, നമ്മിലും നമ്മിലൂടെയും യേശുവിനെ വെളിച്ചം കാണുമ്പോൾ they will glorify the Father. അവർ പിതാവിന് മഹത്വം കൊടുക്കും. They will glorify the Father in heaven. സ്വർഗ്ഗത്തിലെ പിതാവിന് മഹത്വം കൊടുക്കും. Let me tell all the believers here this morning. ഇവിടുത്തെ എല്ലാ വിശ്വാസികളോടും We പറയട്ടെ, do not have to boast for our light. നമ്മുടെ വെളിച്ചത്തെ കുറിച്ച് പുകഴ്ച പറയേണ്ട We do ആവശ്യമില്ല. not have to boast for the talent God has given ദൈവം us. തന്നിരിക്കുന്ന താലന്തുകളെ കുറിച്ച് പൊങ്ങച്ചം പറയേണ്ട If ആവശ്യമില്ല. God has given you talent to preach, thank God. പ്രസംഗിക്കാൻ ദൈവം കഴിവ് തന്നിട്ടുള്ള ദൈവത്തിന് സ്തോത്രം He ചെയ്യുക. has given you talent to sing, praise God. പാടാൻ കഴിവിനായി ദൈവത്തെ സ്തുതിക്കുക. If He has given talent to sit down and pray, praise God. ഇരുന്ന് പ്രാർത്ഥിക്കാൻ കൃപ തന്നെങ്കിൽ സ്തോത്രം We ചെയ്യുക. have to do only one thing. ഒന്ന് മാത്രം നമ്മൾ ചെയ്യാം, We have to arise എഴുന്നേൽക്കണം. and we have to shine. യേശുവിന് വേണ്ടി കത്തണം. Because Jesus has gone. യേശു പോയി. But before He left this world, അവൻ ഈ ലോകം വിടുന്നതിന് He മുമ്പ് has put us as a light in this world. ഈ ലോകത്തിൽ നമ്മെ വെളിച്ചമായി In നിർത്തിയിരിക്കുന്നു. our neighborhood, നമ്മുടെ അയൽവക്കം നമുക്കറിയാം, in our workplace, നമ്മുടെ ജോലി സ്ഥലം in അറിയാം, our school and colleges, നമ്മുടെ സ്കൂളുകളിലും in the കോളേജുകളിലും, neighborhood of our church where we worship every എല്ലാ Sunday. ഞായറാഴ്ച നാം പ്രവർത്തിക്കുന്ന ആരാധിക്കുന്ന സഭയ്ക്ക് ചുറ്റും He has put us as a light. നമ്മെ വെളിച്ചമായി നിർത്തിയിരിക്കുന്നു. Not my light, എന്റെ വെളിച്ചമല്ല, not the light of my church, സഭയുടെ വെളിച്ചമല്ല, not the light of my organization, എന്റെ പ്രസ്ഥാനത്തിന്റെ but വെളിച്ചമല്ല, the light of Jesus Christ. യേശുവിന്റെ വെളിച്ചമാണ്. When we are in this world, എവിടെയാണെങ്കിലും let us try not to try to attract people to us. നമ്മിലേക്ക് ജനത്തെ ആകർഷിക്കരുത്. We want all the glory for our name. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും നമ്മുടെ പേര് ഉയരേണ്ടത്. We want our church name to be glorified. നമ്മുടെ പേര്, നമ്മുടെ ചർച്ചിന്റെ പേര് ഉയരണം. We want our organization name to go. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പേര് ഉയരണമെന്ന് But what Jesus said, യേശു പറഞ്ഞത്, let your light shine before men, മനുഷ്യരുടെ മുമ്പാകെ നിങ്ങളുടെ വെളിച്ചം കത്തട്ടെ, that they may see your good work അവരുടെ നിങ്ങളുടെ സൽപ്രവൃത്തി കണ്ട് and praise your Father in heaven. സ്വർഗ്ഗത്തിലെ ദൈവത്തിന് മഹത്വം. All glory belongs to Him and Him എല്ലാ alone. മഹത്വം അവന് മാത്രമുള്ളതാണ്. We cannot take any glory. നമുക്കൊരു മഹത്വവും എടുക്കാൻ പറ്റും. This is the time for church to rise up. സഭയെ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട, നാം എഴുന്നേൽക്കേണ്ട സമയം. We have to arise. നാം എഴുന്നേൽക്കാം. If God has used anyone, ദൈവം ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ every individual has to rise up from that place. ഓരോ വ്യക്തിയും ആ സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കണം. If anyone has to receive the healing, ആർക്കെങ്കിലും സൗഖ്യം ലഭിക്കണമെങ്കിൽ Jesus has asked one thing. യേശു ഒന്ന് ചോദിച്ചിട്ടുണ്ട്, You get up, നീ എഴുന്നേൽക്ക്, you stand up, നീ എഴുന്നേൽക്ക്, and you go. നീ പോകുക. That's what Jesus did with the healing. അതാണ് യേശു സൗഖ്യമായി ചെയ്തത്. The people, they brought the man with the sick bed. ഓ, സുഖമില്ലാതെ കിടക്കുന്നവനെ കട്ടിലോടെ ഒരുത്തൻ യേശുവിന്റെ അടുത്ത് What വന്നു. Jesus told him, യേശു എന്ത് പറഞ്ഞു? my son, you get up മകനെ നീ എഴുന്നേൽക്കുക, and you take up your bed നിന്റെ കട്ടിലെടുക്കുക, and you walk straight. മുന്നോട്ട് നടക്കുക. This is what we have to do. നമ്മൾ ഇതാ ചെയ്യേണ്ടത്. By sitting on the chair കസേരയിൽ ഇരുന്നത് കൊണ്ട് every Sunday after Sunday, ഞായറാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച, every Saturday after Saturday, ശനിയാഴ്ച തോറും മീറ്റിംഗ് കഴിഞ്ഞ്, every Wednesday after Wednesday, ബുധനാഴ്ചകളും വ്യാഴാഴ്ചകളും കഴിഞ്ഞ്, church is satisfied inside the church. ആ ഉള്ളിലിരുന്ന സഭയ്ക്ക് ഭയങ്കര ഉറക്കമാ, What തൃപ്തിയാ. Jesus is saying, യേശു പറഞ്ഞത്, you go out. നീ പുറത്ത് പോണം. What Jesus is saying, നീ പുറത്ത് യേശു പറഞ്ഞത്, you arise എഴുന്നേക്ക്, and you shine for me. എനിക്ക് വേണ്ടി നീ പ്രകാശിക്കും. We know about Saul. നമുക്ക് ശൗലിനെ കുറിച്ച് അറിയാം. Before he became Paul, അവൻ പൗലോസ് ആകുന്നതിന് on the മുമ്പ് road to Damascus, ദമാസ്കസിലേക്ക് പോകുമ്പോൾ God revealed to him, ദൈവം അവന് a light പ്രത്യക്ഷനായി. came and shine upon Saul. ശൗലിന്റെ മേലൊരു വെളിച്ചം വന്നു. And because of the light, he became blind. ആ വെളിച്ചത്തിന്റെ തീഷ്ണതയാൽ അവൻ അന്ധനായി പോയി. He just waited for 3 days. 3 ദിവസം അവൻ കാത്തിരുന്നു. After 3rd day, 3-ാം ദിവസത്തിന് a man ശേഷം of God came and prayed over him. ഒരു ദൈവദാസൻ വന്ന് അവന്റെ മേൽ പ്രാർത്ഥിച്ചു. And what God told him, എന്താ ദൈവം പറഞ്ഞത്? I've chosen him as a light to the Gentiles. ഓ, ജാതികൾക്കൊരു വെളിച്ചമായി ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. If God can use Saul and make him light to the Gentiles, ശൗലിനെ ജാതികൾക്കൊരു വെളിച്ചമായി ഉപയോഗിച്ചാൽ, if God can turn Saul to a Paul, ശൗലിനെ പൗലോസ് ആക്കാൻ സാധിച്ചാൽ, God can use every one of us. നമ്മെ ഓരോരുത്തരും ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന്. Saul was a murderer. അദ്ദേഹം ഒരു കുലപാതകയായിരുന്നു. None of us has committed any murder. നമ്മൾ അങ്ങനെ ആരെയും കുല ചെയ്തിട്ടില്ല. He was the person who was persecuting believers and churches. ഓ, സഭകളിൽ വിശ്വാസികളെ ഉപദ്രവിച്ചവനായിരുന്നു. If God can use a murderer, ആ ഒരു കുലപാതകനെ ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിച്ചാൽ, God can use every one of us. നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന് ഉപയോഗിക്കാൻ But സാധിക്കും. Saul was willing to submit himself before God. എന്നാൽ ശൗലോ ദൈവത്തിന് മുമ്പിൽ തന്നെ സമർപ്പിക്കും.
പ്രാർത്ഥിക്കാൻ And when തീരുമാനിച്ചു. he received the light, അവൻ ആ വെളിച്ചം ലഭിച്ചപ്പോൾ after third day, മൂന്നാം ദിവസത്തിന് he ശേഷം started to shine for Jesus. യേശുവിനെ വേണ്ടി കത്താൻ തീരുമാനിച്ചു. We boast that my grandfather was a Christian. നമ്മൾ പറയും നമ്മുടെ വല്യപ്പച്ചൻ പാസ്റ്റർ ആയിരുന്നു, My great grandfather was a Christian. വല്യപ്പച്ചൻ വലിയ He വിശ്വാസിയായിരുന്നു. built that temple. അവൻ ആ ആലയം പണിഞ്ഞു. He gave the cemetery free to the church. അവൻ സഭയ്ക്ക് വേണ്ടി ആ സിമട്രി വെറുതെ കൊടുത്തു. We have a heritage of 200, 300, 500 years. ഏതാണ്ട് 200, 300, 500 ഒക്കെ വലിയ പാരമ്പര്യം നമ്മൾ പറയും. But still our light is inside the house. എന്നാലും വീട്ടിനകത്തിരിക്കുകയാണ് വെളിച്ചം. Still inside the church. ആ സഭയ്ക്കകത്തിരിക്കുക. The Saul did not wait more than 3 days. 3 ദിവസത്തിൽ കൂടുതൽ ശൗല് കാത്തിരുന്നില്ല. After the third day, on fourth day, he started to shine for Jesus. യേശുവിന് വേണ്ടി അവൻ കത്താൻ തുടങ്ങി. Even the disciples did not accept him. ആ ശിഷ്യന്മാര് പോലും ശൗലിനെ സ്വീകരിച്ചില്ല. When Saul started to preach, ശൗല് പ്രസംഗിക്കാൻ he തുടങ്ങിയപ്പോൾ was not accepted by the board of Jesus Christ. ആ യേശു ക്രിസ്തുവിന്റെ കമ്മിറ്റി പോലും അവനെ സ്വീകരിച്ചില്ല. Because they were afraid of him. അവർക്ക് അവനെ ഭയമായിരുന്നു. But Paul knew one thing. പൗലോസിന് ഒരു കാര്യം അറിയാമായിരുന്നു. I don't need the approval of the church board. എനിക്ക് നിന്റെ കമ്മിറ്റിയുടെ അപ്രൂവൽ വേണ്ടടാ. I know one thing. എനിക്കൊന്നറിയാം. That my God has called me out. എന്റെ ദൈവം എന്നെ വിളിച്ചെന്ന് I know എനിക്കറിയാം. one thing. എനിക്കൊന്നറിയാം. I've seen the light of Jesus. യേശുവിന്റെ വെളിച്ചം ഞാൻ I കണ്ടതാ. know one thing. എനിക്കൊന്നറിയാം. I've heard his voice. അവന്റെ ശബ്ദം ഞാൻ കേട്ടതാ. I cannot stay inside the building. എനിക്ക് ഈ കെട്ടിടത്തിനുള്ളിൽ ഇങ്ങനെ ഇനി ഇരിക്കാൻ I പറ്റത്തില്ല. had to go out. എനിക്ക് പുറത്തു പോയേ പറ്റൂ. He started his journey. അവന്റെ യാത്ര അവൻ തുടങ്ങി. With the travel method and means he has in that time. അവന്റെ കയ്യിൽ എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു അവൻ പുറത്തേക്ക് ഇറങ്ങി. He started to reach the people. അവൻ ജനത്തെ ചെന്ന് കാണുവാനും സംസാരിക്കുവാനും. He did not have the car. അവന് കാറില്ല. There was no plane in that time. ആ സമയത്ത് വിമാനമില്ല. There was no modern communication that time. ഇതുപോലുള്ള ആധുനിക No ആശയവിനിമയത്തിനുള്ളതൊന്നുമില്ല. TV, no internet, no computer. ടിവി ഇല്ല, ഇന്റർനെറ്റ് ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല. Not even the microphone system. മൈക്രോഫോൺ സിസ്റ്റം പോലും ഇല്ല. We have everything to reach the world. ലോകത്തെ മുഴുവനും നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് പിടിക്കാൻ നമുക്ക് Just സാധിക്കും. sitting in our home. നമ്മുടെ വീട്ടിൽ നിന്ന് പിടിക്കാൻ Through സാധിക്കും. the computer, through the internet. കമ്പ്യൂട്ടറിലൂടെ ഇന്റർനെറ്റിലൂടെ We സാധിക്കും. can reach to the world. ലോകത്തെ നമുക്ക് തൊടുവാൻ സാധിക്കും. But we are comfortable. എന്നാൽ നമ്മൾ സുഖത്തിലാണ്. I am saved. ഞാൻ രക്ഷിക്കപ്പെട്ടു. My spouse is saved. എന്റെ ഭാര്യ രക്ഷിക്കപ്പെട്ടു. My children are saved. എന്റെ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ടു. I don't care what happening to the world. ലോകം എന്തൊക്കെ ആയാലും എനിക്കൊരു പ്രശ്നമല്ല. One day we all have to stand before the judgment seat of Jesus Christ. യേശു ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കൽ മുമ്പിൽ നാം നിൽക്കേണ്ടതുണ്ട്. Jesus will not ask me യേശു എന്നോട് ചോദിക്കത്തില്ല how many crusades I have conducted. എത്ര ക്രൂസൈഡ് നടത്തിയെന്ന് ചോദിക്കത്തില്ല. Jesus will not ask me എന്നോട് ചോദിക്കത്തില്ല how many convention I have preached. എത്ര കൺവെൻഷനിൽ ഞാൻ He പ്രസംഗിച്ചു. will not ask me whether my photo came in Good News or Malayalam Manorama. മലയാള മനോരമയിലോ ഗുഡ് ന്യൂസിലോ ഏതെങ്കിലും പ്രസിദ്ധീകരണത്തിലോ എന്റെ തല വന്നോന്നൊന്നും ദൈവം നോക്കത്തില്ല. He is going to ask me only one thing. എന്നോടൊന്നേ ചോദിക്കത്തുള്ളൂ. How many people you have brought with you? എത്ര പേരെ മകനെ മകളെ നിന്റെ കൂടെ സ്വർഗത്തിൽ How കൊണ്ടുവന്നു. many people you have brought with you? നിന്റെ കൂടെ എത്ര പേരെ കൊണ്ടുവന്നു. It will be shameful for us to stand before the judgment ആ seat. ദിവസം യേശു ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നമ്മുടെ തല താണു പോകരുതേ. No doubt, because we have received the salvation. രക്ഷ കിട്ടിയവരാണ്. No doubt for it, we will go to heaven. നമ്മൾ സ്വർഗത്തിൽ പോകും. We are saved by grace, by faith in Jesus Christ. യേശു ക്രിസ്തുവിൽ വിശ്വാസം മൂലം കൃപയാൽ അത്രേ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. But the reward we will not get by that. എന്നാൽ നമുക്കൊരു പ്രതിഫലം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് കിട്ടുമെന്ന് We will വിചാരിക്കും. not get the different crown according to our salvation. നമ്മുടെ രക്ഷപ്രകാരമല്ല വ്യത്യസ്തമായിട്ടുള്ള കിരീടം കിട്ടുന്നത്. But the work we are doing for the Lord. യേശുവിന് വേണ്ടി ചെയ്യുന്ന വേല. The time is very short. സമയം വളരെ ലളിതം കുറവാണ് പ്രിയപ്പെട്ടവരെ. Gospel of John chapter 9 verse 4. വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. വേഗത്തിൽ കിട്ടുന്ന ഒരു വായിച്ചാട്ട്. യോഹന്നാൻ 9:4. ദൈവത്തിന് സ്തോത്രം. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. 9:1. We have to do the work of him who has called and sent us out while it is day. ആ ദിവസമായിരിക്കുമ്പോൾ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. The night is coming when no one can work. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. This is the great challenge for church. സഭയെ ഇത് നമ്മുടെ മുന്നിലുള്ള വലിയ വെല്ലുവിളിയാകുന്നു. This is a challenge for every believer. എല്ലാ വിശ്വാസികൾക്കുള്ള ഇതൊരു വെല്ലുവിളിയാകുന്നു. For every man and for every woman. സഭയിലുള്ള എല്ലാ ദൈവമക്കൾക്കും പുരുഷനും സ്ത്രീക്കും ഇതൊരു For വെല്ലുവിളിയാണ്. every old person, for every children. കുഞ്ഞുങ്ങൾക്കാകട്ടെ പ്രായമുള്ളവരാകട്ടെ. The night is coming. അന്ധകാരം വരുന്നു. The night is coming. രാത്രി വരുന്നു. We don't have much more time left. അധിക സമയം നമുക്കില്ല.
Many people are waiting to retire after 66. 66 വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നു. And then they say they will do the God's work. പലരും പറയും എന്നിട്ട് ഞങ്ങൾ ദൈവവേല ചെയ്യാന്ന് പറയും. I have not seen anyone after retirement doing the God's work. എന്റെ അറിവിലും പരിചയത്തിലും 66 വയസ്സിന് ശേഷം ദൈവവേല ചെയ്യുന്ന ആരും ഞാൻ കണ്ടിട്ടില്ല. When the company don't want you, കമ്പനിക്ക് നിന്നെ വേണ്ടാത്തപ്പോൾ how you can be useful God's kingdom? ദൈവരാജ്യത്തിന് നിനക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്ന പറയുന്നു. This is the time. ഇപ്പോഴാണ് സഹോദരന്മാരെ. I'm not asking everyone to resign their jobs. എല്ലാരും ജോലി ഉപേക്ഷിക്കണമെന്നല്ല ഈ പറയുന്നത്. Don't do the foolish thing. അങ്ങനെ മണ്ടത്തരം ഒന്നും വികാരത്തിൽ ചെയ്യരുത്. Don't say Jacob Thomas came and he said you have to resign your job, the night is coming. പറയരുത് അന്ധകാരം വരുമെന്ന് ജേക്കബ് തോമസ് പാസ്റ്റർ വന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ ജോലി ഉപേക്ഷിച്ച് ചാടിക്കേറി തീരുമാനങ്ങൾ എടുക്കരുത്. I'm not asking you to resign. നിങ്ങൾ റിസൈൻ ചെയ്യണമെന്നല്ല പറഞ്ഞത്. The place you are working, എവിടെ നിങ്ങൾ പ്രവർത്തിക്കുന്നു, the jobs you have, നിങ്ങൾക്കുള്ള ജോലി, the school you are studying, പഠിക്കുന്ന സ്കൂളുകൾ, the college you are studying, പഠിക്കുന്ന കോളേജ്, in the same place, അതേ സ്ഥലം, you shine for Jesus. യേശുവിന് വേണ്ടി. I say you shine for Jesus. യേശുവിന് വേണ്ടി പ്രവർത്തിക്കണം. We have to arise from our place. നമ്മുടെ സ്ഥാനത്ത് നിന്ന് എഴുന്നേൽക്കണം. Don't be comfortable in the place we are sitting. നമ്മൾ ഇരിക്കുന്നിടത്ത് സ്വസ്ഥരായിരിക്കരുത്. If we think we can be comfortable, അങ്ങനെ സ്വസ്ഥരാന്ന് വിചാരിച്ചാൽ God is going to do his method and his meat. ദൈവത്തിന്റെ രീതി ദൈവത്തിന് ചെയ്യാൻ അറിയാം. ഗ്ലോറി. That's what Jonah thought. അതാ യോന വിചാരിച്ചത്. Jonah thought no one will see me, I am sleeping. യോന വിചാരിച്ചു ഞാൻ ഉറങ്ങിക്കോളൂ, ആരും കാണില്ല. There is no disturbance in the lower berth. താഴത്തെ ബർത്തിൽ യാതൊരു ശല്യവുമില്ല. He can snore and sleep as long as he wants. എത്ര വേണേലും കൂർക്കം വലിച്ചുറങ്ങാം. God started to shake the wave, shake the ocean. എന്നാൽ ദൈവം കടലിനെ ഇളക്കാൻ തുടങ്ങി. He started to send the wind. ശക്തമായി കാറ്റടിച്ചു. And the ship started to shake. ഇതാ കപ്പൽ ഇപ്പൊ ഇളകാൻ തുടങ്ങി. Man of God, woman of God. ദൈവദാസന്മാരെ, ദൈവമക്കളെ, If we do not wake up when we have to wake up, എഴുന്നേറ്റ് പ്രാർത്ഥിക്കേണ്ട സമയത്ത് എഴുന്നേറ്റില്ലെങ്കിൽ if we do not arise and go out, നമ്മൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോയില്ലെങ്കിൽ, if we do not go and shine for Jesus, യേശുവിന് വേണ്ടി നീ കത്തിയില്ലെങ്കിൽ, may God forgive us that he should not bring any of those things in our life, in our home, in our churches. നമ്മുടെ വീടുകളിൽ, നമ്മുടെ സഭകളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ദൈവം ഇതൊന്നും പ്രവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. Do not wait to be retired. റിട്ടയർ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട. I have seen in the city of Philadelphia in the last 1 year, കഴിഞ്ഞ ഒരു വർഷം ഫിലഡൽഫിയ പട്ടണത്തിൽ ഞാൻ ഇങ്ങനെ കണ്ടു. every death which occurred in this city, ഈ പട്ടണത്തിൽ നടന്ന ഓരോ മരണവും, I'm talking about Christians, ക്രിസ്ത്യാനികളെ കുറിച്ച് പറയാണ്, is between the age 25 and 55. 25നും 55നും ഇടയ്ക്കാണ് മരണങ്ങൾ. In the past few months, കഴിഞ്ഞ കുറെ മാസങ്ങളായി every death you see നിങ്ങൾ കാണുന്ന ഓരോ മരണവും is below 55. 55ന് താഴെയാണ്. We are waiting to retire at 66. നമ്മൾ 66 കഴിയാൻ നോക്കിയിരിക്കുകയാണോ? We don't know what will happen tomorrow. നാളെ എന്ത് സംഭവിക്കും നമുക്ക് അറിഞ്ഞുകൂടല്ലോ. We know the young girl, 32-year-old, suffering with cancer. 32 വയസ്സുള്ള പെൺകുട്ടി ക്യാൻസർ ആയിട്ട് കഷ്ടപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടു. I know 13-year-old young girl, she cannot get up from the bed. 13 വയസ്സുള്ള പെൺകുട്ടി എനിക്കറിയാം, അവൾക്ക് എഴുന്നേക്കാൻ വയ്യ. Lord, the people are getting sick nowadays. ഈ ദിവസങ്ങളിൽ പ്രായമൊന്നുമല്ല പ്രശ്നം, എല്ലാവർക്കും രോഗങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യം. Why the plague is coming in the body of Jesus Christ? യേശുക്രിസ്തുവിന്റെ സഭയിൽ എങ്ങനെ അസുഖത്തിന് കടന്നു വന്ന് നിൽക്കാൻ സാധിക്കുന്നു? And how the plague will go away? എങ്ങനെയാണ് ഇത് ആ പ്ലേഗ് പോകുന്നത്, ബാധ പോകുന്നത്? God gave 3 choices to David. ദൈവം ദാവീദിന് 3 ചോയ്സ് കൊടുത്തു. Because the mistake he did by the calculating the population. ആ ജനത്തിന്റെ കണക്കെടുത്തതിൽ വന്ന പാപം മുഖാന്തരം. He said 3 years of the famine in the land. ആ 3 വർഷം ദേശത്ത് ക്ഷാമം ഉണ്ടാകട്ടെ. 3 months you are running from your enemy. 3 വർഷം നീ 3 മാസം നീ ശത്രുവിൽ നിന്ന് ഓടും. Or 3 days of plague. അല്ലെങ്കിൽ 3 ദിവസത്തെ ബാധ. What David chose? ദാവീദ് എന്തെടുത്തു? He said, I rather fall in the hand of God or fall in the hand of man. മനുഷ്യന്റെ കയ്യിൽ പെടുന്നതിനേക്കാൾ ദൈവത്തിന്റെ കയ്യിൽ പെടുന്നത് എനിക്ക് നല്ലത്. God said, okay, that's what you asked, I'm going to give it to you. ശരി, നീ ചോദിച്ചതാണ്, ഞാൻ നിനക്ക് തരാൻ പോവാ. But when the plague God sent it, ബാധ വന്നപ്പോൾ God said, no, so many people are dying. അനേകർ മരിക്കുന്നു. This need to be stopped. ഇത് നിർത്തണം. God came to David again. ദാവീദിന്റെ അടുത്ത് ദൈവം വന്നു. He said, this plague has to stop. ഈ ബാധ നിർത്തപ്പെടണം. You have to do one thing. നീ ഒന്ന് ചെയ്യണം. You have to build an altar. നീ ഒരു കൂടാരം അല്ല ഒരു യാഗപീഠം പണിയണം. You have to start praying to God. ദൈവത്തോട് പ്രാർത്ഥിക്കണം. And you have to offer the sacrifice. നീ ഒരു യാഗം സമർപ്പിക്കണം. And when David did all those things, ദൈവം ഇതെല്ലാം ചെയ്തു. the word of God says, ദൈവവചനം പറയുന്നു, God heard his cry. ദൈവം അവന്റെ കരച്ചിൽ കേട്ടു. God sent the fire, accepted his sacrifice. ആ ദൈവം തീ അയച്ച് അവന്റെ യാഗത്തെ സ്വീകരിച്ചു. And the plague was stopped. ബാധ നിർത്തപ്പെട്ടു.
We want the plague to stop in our churches, in our homes, in this town. ഈ പട്ടണത്തിൽ നമ്മുടെ സഭകളിൽ നമ്മുടെ ഭവനങ്ങളിൽ ബാധ നിൽക്കണമെങ്കിൽ, The sickness to go away. അസുഖങ്ങൾ മാറണമെങ്കിൽ The church has to wake up. സഭയെ നീ എഴുന്നേൽക്കണം. I say church has to wake up. ഞാൻ പറയുന്നു സഭ എഴുന്നേൽക്കണം. ആമേൻ. To rise from our place. നിങ്ങളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കണം. From our comfortable position. നമ്മുടെ കംഫർട്ടബിൾ പൊസിഷൻ എഴുന്നേൽക്കണം. From our comfortable jobs. നമ്മുടെ ജോലിയിൽ നിന്ന് എഴുന്നേൽക്കണം. From our comfortable bed. നമ്മുടെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കണം. We have to start rising, shining for Jesus. എഴുന്നേറ്റ് യേശുവിന് വേണ്ടി പ്രകാശിക്കണം. The time is very short. സമയം വളരെ കുറവാണ്. ഹല്ലേലൂയ. The time has already gone so long. സമയം വേഗത്തിൽ പോയി കഴിഞ്ഞു. We are fighting with the churches. നമ്മൾ സഭകളുമായി യുദ്ധത്തിലാണ്. We are fighting with the organization. നമ്മൾ പ്രസ്ഥാനങ്ങളുമായി അടിയാണ്. We want to prove whose organization is the best and the largest in the world. ആരുടെ അഭിഷേകമാണ് കൂടുതലെന്ന് കാണിക്കാനാണ് ദേവദാസന്മാർക്ക് താല്പര്യം. ഞാൻ കൂടെ ട്രാൻസ്ലേറ്റ് that way. ഹല്ലേലൂയ. What is happening? എന്താ സംഭവിക്കുന്നത്? The church is not growing. സഭകൾ വളരുന്നില്ല. The people are still in darkness. ജനങ്ങൾ ഇപ്പോഴും അന്ധകാരത്തിലാണ്. They are covered with the thick darkness. വലിയ അന്ധകാരം കട്ടിയുള്ളതാണ്. And not going to the negative side. ഞാൻ നെഗറ്റീവായിട്ട് സംസാരിക്കുകയല്ല. But God is saying, ദൈവം പറയുന്നു, the glory of the Lord is upon you. നിന്റെ മേൽ ദൈവത്തിന്റെ തേജസ്സ് വന്നു. The glory of the Lord is upon you. ദൈവത്തിന്റെ തേജസ്സ് നിന്റെ മേലുണ്ട്. Verse 4, what we read there. നാലാമത്തെ വാക്യം വായിക്കുന്നു. Lift up your eyes and look about you. നീ തല ഉയർത്തി ചുറ്റും നോക്കുക. That's what the prophet is saying here. അതാ പ്രവാചകൻ പറഞ്ഞത്. That's what Jesus said in the Gospel of John chapter 4 verse 35. യോഹന്നാൻ 4:35 പറയുന്നതാണ്. What Jesus said. യേശു പറഞ്ഞു, Open your eyes and look at the field. ഓ നീ കണ്ണ് ഉയർത്തി നീ നോക്കുക, വയൽ നോക്കുക. For they are ready for the harvest. അവർ വിളഞ്ഞു കിടക്കുന്നു. They are ready for the harvest. അവർ വിളവിനായ The harvest is ready. ഓ കൊയ്ത്തിനായി ഒരുങ്ങട്ടെ. The harvest is ready. കൊയ്ത്ത് ഒരുങ്ങിയിരിക്കുന്നു. The people are not ready to വേലക്കാരോ ചുരുക്കം. No one is going to go and cut the harvest. ആരും കൊയ്ത്ത് പെറുക്കാൻ പോകുന്നില്ല. Our forefathers, our parents have paid the great price in the land of India. ഇന്ത്യയിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വലിയൊരു വില കൊടുത്തിട്ടുണ്ട്. The harvest is ready. അവിടെയും വലിയ ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. We have to just go and cut it. നമ്മൾ പോയി അത് എടുത്താ മതി. The people want to come. ജനത്തിന് വരണമെന്നുണ്ട്. I remember when I was growing up. ഞാൻ വളർന്ന സാഹചര്യത്തിൽ people had the thinking that all these scheduled caste, scheduled tribe people become Christians. ഓ ആൾക്കാർക്ക് ഒരു ചിന്ത നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. താഴ്ന്ന ജാതിക്കാരെന്ന് പറയപ്പെടുന്നവരാണ് ക്രിസ്ത്യാനികളാണ്. No more. ഇനി അങ്ങനല്ല. I have seen Brahmins. ബ്രാഹ്മണന്മാരെ കണ്ടിട്ടുണ്ട്. I have seen Rajput. രജപുത്രന്മാരെ I കണ്ടിട്ടുണ്ട്. have seen big Jain and Buddhist people coming to Jesus ജൈനന്മാരും Christ. ബുദ്ധന്മാരും യേശുവിൽ വരുന്നത് കാണുവാൻ കർത്താവിനെ Jesus is സഹായിച്ചു. saying the harvest is ready. യേശു പറഞ്ഞു, ഇതാ വിളവെടുപ്പ് ഒരുക്കിയിരിക്കുന്നു. Open your eyes. നിന്റെ കണ്ണ് തുറക്കുക. No more time to sleep. ഉറങ്ങാൻ സമയമില്ല. No more time to play inside the church. സഭയ്ക്കകത്തിരുന്നുള്ള കളി മതിയാക്കാൻ Let us go out. പുറത്തേക്ക് പോകുക. Let us go out. പുറത്തേക്ക് പോകുക. Go to all the world. ലോകത്തിലെങ്ങും പോകുക. Jesus said like this. യേശു പറഞ്ഞു, You wait in Jerusalem നീ യെരൂശലേമിൽ കാത്തിരിക്കുക. till you receive the power. നിനക്ക് ശക്തി ലഭിക്കുന്നവരെ. Once you receive the power, ശക്തി ലഭിച്ചു കഴിഞ്ഞാൽ you cannot be inside the church. നിനക്ക് സഭയ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കാൻ ഒക്കത്തില്ല. You have to go out. നീ പുറത്തേക്ക് പോകും. Where we have to go? എവിടെ പോണം? To Jerusalem. യെരൂശലേമിലും. We like that part. അത് നമുക്ക് വലിയ ഇഷ്ടമാണ്. We like to be in Jerusalem. നമുക്ക് യെരൂശലേമിൽ ഇരിക്കാൻ ഇഷ്ടം. Every Sunday we are in the Jerusalem. എല്ലാ ഞായറാഴ്ച നമ്മൾ യെരൂശലേമിലാ. But what is the next thing? അടുത്ത ഭാഗം എന്താ? To Samaria. ശമരിയയിലും To Judea. യൂദയിലും To the uttermost part of the world. ലോകത്തിന്റെ അറ്റത്തോളം. The Judea is the nearby places. യൂദയ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള The സ്ഥലങ്ങൾ. Samaria is the place where Gentile lives. We do not like them. നമുക്ക് ഇഷ്ടമില്ലാത്തവർ താമസിക്കുന്നതാണ് ശമരിയാക്കാർ. And to the uttermost part of the world. ലോകത്തിന്റെ അറ്റത്തോളം. Don't be satisfied with your own Jerusalem. നിങ്ങളുടെ യെരൂശലേം കൊണ്ടൊന്നും തൃപ്തിയാകരുത്. Thank God what God has given us. ദൈവം നമുക്ക് തന്നിരിക്കുന്നതിനായി സ്തോത്രം Thank ചെയ്യാം. God for the believers in our church. നമ്മുടെ സഭയിലെ വിശ്വാസികൾക്കായി സ്തോത്രം. But the time has come സമയം വന്നിരിക്കുന്നു. for church to come out from Jerusalem. യെരൂശലേമിൽ നിന്ന് ഇറങ്ങേണ്ട സമയമായി. To go to Judea. യൂദയിലേക്ക് പോകേണ്ട To go സമയമായി. to Samaria. ശമരിയായി പോകേണ്ട To go സമയമായി. to the uttermost part of the world. ഭൂമിയുടെ അറ്റത്തോളം പോകേണ്ട സമയമായി. This is the only commission Jesus has given us. യേശു നമുക്ക് തന്നിരിക്കുന്ന മഹാകൽപ്പന ഇത് You മാത്രമാണ്. go. പോകുക. You go. പോകുക. I am with you. ഞാനുണ്ട് നിന്റെ കൂടെ. I do not have the strength. എനിക്ക് ശക്തിയില്ല. I do not have the power. എനിക്ക് ശക്തിയില്ല. I do not have the finance. എനിക്ക് പണമില്ല. How I will go and do the outreach work? എങ്ങനെ പോകും?
There's a saying in English. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, If God has given you a vision, ദൈവം നിനക്ക് ഒരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ He will give the provision also. ദൈവം അതിന് വേണ്ടുന്നതായിട്ടുള്ളത് നിനക്ക് തന്നിരിക്കും. The word provision, പ്രൊവിഷൻ എന്ന ഇംഗ്ലീഷ് വാക്ക്, you take the pro and the vision. നിങ്ങൾ പ്രോയും വിഷനും കൂടെ നിർത്താൽ, That means if God has given the vision, ദൈവം നിനക്ക് വിഷൻ ദർശനം തന്നെങ്കിൽ He will give the provision also. അതിന് വേണ്ടുന്നതായിട്ടുള്ള പണവും ദൈവം തരും. Means according to your vision, നിന്റെ കാഴ്ചപ്പാടിന് തക്കവണ്ണം He makes the provision. അവൻ അതിന് ആവശ്യമുള്ളത് തന്നുകൊള്ളും. The problem we have, എന്നാൽ നമ്മുടെ പ്രശ്നം, we are waiting for provision. നമ്മൾ കാത്തിരിക്കുക, എവിടുന്ന് പണം വരും? ഗ്ലോറി, I need $20,000. എനിക്ക് $20,000 വേണം, Then only I can go to India. എന്നാലേ ഇന്ത്യ പോകത്തൊക്കത്തുള്ളൂ. When I was working, ഞാൻ പ്രവർത്തിച്ചപ്പോൾ, it was easy because I was working and I could. ഞാൻ നേരത്തെ ഇവിടെ ജോലി ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് വളരെ എളുപ്പമായി, എന്റെ പേച്ചക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി. My job is gone 2 years now. നിങ്ങൾക്കറിയാം 2 വർഷം എനിക്ക് ജോലിയില്ല, No unemployment. അൺഎംപ്ലോയ്മെന്റ് നിന്നു. Before I was going only once a year. നേരത്തെ ഞാൻ 1 വർഷമേ പോകത്തുള്ളായിരുന്നു. Then I started going twice a year. ഞാനിപ്പോ 2 പ്രാവശ്യം പോകാൻ തുടങ്ങി. Now I'm going to go 3 times. ഹല്ലേലൂയ, 3 പ്രാവശ്യം പോകാൻ തുടങ്ങി. Because if God has given you vision, ദൈവം നിനക്കൊരു ദർശനം തന്നാൽ He will give you provision also. അവൻ അതിനാവശ്യമായത് അവൻ തരും. You may think I'm getting big support from American churches. നിങ്ങളുടെ വിചാരം ഒരുപക്ഷെ ഇവിടുത്തെ അമേരിക്കൻ ചർച്ചിനെ വലുതായിട്ട് സപ്പോർട്ട് ചെയ്യുമെന്നാ. Not $1 from any American. ഒറ്റ അമേരിക്കൻ സഭയിൽ ഞാൻ $1 മേടിച്ചിട്ടില്ല. You may think that I'm getting support from all the American friends. അമേരിക്കൻ കൂട്ടുകാരുടെ എനിക്ക് ഏതാണ്ട് കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. As of today, I have not received any check for my trip from any American friend. ഇന്ന് വരെ ഒരൊറ്റ അമേരിക്കക്കാരൻ എന്റെ ട്രിപ്പിന് ഒരൊറ്റ ചെക്ക് തന്നിട്ടില്ല. ഗ്ലോറി. But will this vision is going to stop? അതുകൊണ്ട് ഞാൻ പോകാതിരിക്കുമോ? I'm not looking for the finance. ഞാൻ പണവും നോക്കിയൊന്നും നിൽക്കുന്നവനല്ല. സ്വത്രം. God has not asked me to worry for that. അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. When the US Army soldier goes to the Gulf country, US പട്ടാളക്കാരൻ ഗൾഫിലേക്ക് പോകുമ്പോൾ, you don't ask the President Obama, give me the money for me and my family. പ്രസിഡന്റ് ഒബാമയോട് പറയത്തില്ല, എനിക്കും എന്റെ കുടുംബത്തിന് നീ ആദ്യം പണം എന്താ. Any soldier goes to the battlefield. യുദ്ധത്തിന് ഏത് പട്ടാളക്കാരൻ പോയാലും It is the responsibility of the US government to supply for him and for his family. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് അവന് പണം കൊടുക്കണം, അവന്റെ കുടുംബത്തെ നോക്കണമെന്നുള്ളത്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. When we go and do the work of God's kingdom, ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ചിലത് ചെയ്യുമ്പോൾ, it is the responsibility of the heavenly kingdom സ്വർഗീയ രാജാവിന്റെ ജോലിയാണ് to provide for every need. എല്ലാ ആവശ്യവും തരുന്നതിന്. Not every greed but every need. എല്ലാ അത്യാർത്തിയല്ല ആവശ്യം. The problem we have, we are looking for every greed. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആർത്തിയാണ്. He bought a BMW, I need a BMW. അവൻ ഒരു BMW മേടിച്ചു, എനിക്ക് അത് തന്നെ വേണം. He bought a 5-bedroom house, I need a 6-bedroom house. 5 ബെഡ്റൂം ഇല്ല, അവൻ മേടിച്ചു, എനിക്ക് 6 ബെഡ്റൂം വീട് മേടിക്കണം. He bought the new sari, new suit, I'm going to buy tomorrow the same thing. പുതിയ സാരിയും പുതിയ സൂട്ടും ഒക്കെ കാണും, ഞാൻ അതിനേക്കാൾ വലുത് നാളെ മേടിച്ചിരിക്കും. That is not the need, that is called greed. അത് നീ ആവശ്യമല്ല, അത് ആർത്തിയാണ്, മത്സരമാണ്. But every need which is needed for you, എന്നാൽ ദൈവവേദന നിന്റെ ആവശ്യങ്ങള്, for your need of your children, നിന്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ, the need of the ministry, ശുശ്രൂഷയുടെ ആവശ്യങ്ങൾ, the need of the church, സഭയുടെ ആവശ്യം, he is the one who will provide everything. അവനാണ് അത് നമുക്ക് തരുന്നത്. The Paul says like this, പൗലോസ് ഇങ്ങനെ പറയുന്നു, my God shall supply all your need. നമ്മുടെ ദൈവമോ നമ്മുടെ ആവശ്യങ്ങൾ അവൻ നടത്തി തരുന്നു. So if you want to do the work of the Lord, കർത്താവിന്റെ വേല ചെയ്യണമെങ്കിൽ you just submit in the hand of God. ദൈവത്തിന്റെ കയ്യിലോട്ട് കൊടുത്തേക്കണം. He will provide every need. അവൻ നിനക്ക് തരും. Every trip I take, ഞാൻ പോകുന്ന എല്ലാ ട്രിപ്പും without $1 in my hand. എന്റെ കയ്യിൽ $1 പോലും ഇല്ല. But before I leave this country, എന്നാൽ ഈ ദേശം വിടുന്നതിന് മുമ്പ് God provide every need. ദൈവം എല്ലാ ആവശ്യങ്ങളെയും കണ്ടിരിക്കും. Till last year I used to send the appeal to the people. കഴിഞ്ഞ വർഷം വരെ ഞാൻ ആൾക്കാരോട് എഴുതി ചോദിക്കുമായിരുന്നു. I will bring the need to the people and ask them to support. ഞാൻ അവരുടെ പറയും, എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, ഇന്ന ആവശ്യം എന്നൊക്കെ പറയും, അവരെന്നെ സപ്പോർട്ട് ചെയ്യും. And the people will support. ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. This year my wife told me, ഈ വർഷം എന്റെ ഭാര്യ പറഞ്ഞു, you are not sending any letter appeal. ഒരൊറ്റ ലെറ്റർ ആരോടും ചോദിക്കണം. ഗ്ലോറി, പ്രൈസ് ഗോഡ്. She had more faith than me. എന്നേക്കാൾ കൂടുതൽ വിശ്വാസം എന്റെ ഭാര്യയ്ക്കുണ്ട്. She believed if we both have to go, നമ്മൾ രണ്ടുപേരും പോകണമെങ്കിൽ God has to provide the need. ദൈവം നിങ്ങളുടെ ആവശ്യം നടത്തണം. Trusting in the Lord, we both decided to go. ദൈവത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ രണ്ടുപേരും പോകാൻ പഠിച്ചു. And I was supposed on my way back to stop in Cambodia. ഞാൻ കംബോഡിയയിൽ വരുന്ന വഴിക്ക് നിർത്തേണ്ടതുണ്ട്. But I had to cancel my trip because something I have to rush back here. എനിക്ക് പെട്ടെന്ന് ഇവിടെ വരേണ്ട ഒരു അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് കംബോഡിയൻ ട്രിപ്പ് തൽക്കാലം നിർത്തി. So I was thinking, Lord, why this happened? എന്താ സംഭവിച്ചത്? After a week, ഒരാഴ്ചയ്ക്ക് ശേഷം my second daughter comes to me. എന്റെ രണ്ടാമത്തെ മകൾ എന്റെ അടുത്ത് വരുന്നു. She said, Dad, I want to go to Cambodia. പപ്പ, ഞാൻ കംബോഡിയ പോവാ.
She's not even 6 months in her new job. അവളുടെ പുതിയ ജോലിയിൽ അവൾ 6 മാസം പോലും ആയിട്ടില്ല. 6 months you will not get vacation from your workplace. നിന്റെ ആ ജോലിയിൽ നിന്ന് 6 മാസം പോലും നിനക്ക് വെക്കേഷൻ കിട്ടത്തില്ല. Means when you work 6 months you are not entitled for any എന്ന് vacation. പറഞ്ഞാൽ 6 മാസം ജോലി ചെയ്തവർക്ക് ആരാ ലീവ് കൊടുക്കുന്നത്? Who will give the finance? ആര് പണം കൊടുക്കും? But she had a desire to go. അവൾക്ക് അങ്ങനെ ഒരു ഹൃദയത്തിൽ ഒരു ആഗ്രഹം ദൈവം കൊടുത്തു. I told her, ഞാൻ പറഞ്ഞു, if you want to go, നീ പോണമെങ്കിൽ I'm going to book the ticket for you. ഞാൻ നിനക്ക് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യും. Trusting in the Lord, കർത്താവിൽ ആശ്രയിച്ച് I booked the ticket. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. Before was 1 ticket, ആദ്യം ഒരു ടിക്കറ്റ്, then 2 ticket, 2 ടിക്കറ്റ്, now 3 ticket. ഇപ്പൊ 3 ടിക്കറ്റ്. How it will work? എങ്ങനെ വർക്ക് ചെയ്യും? God is the one who provided. ദൈവമാണ് തരുന്നവൻ. Before 1 and 2 meetings, ആദ്യത്തെ അവസാനത്തെ മീറ്റിംഗിന് മുമ്പ് now I have 10 places meetings. എനിക്ക് 10 സ്ഥലത്ത് ഇപ്പൊ മീറ്റിംഗ് ഉണ്ട്. 5 big cities in Punjab. പഞ്ചാബിലെ 5 വലിയ പട്ടണങ്ങളുണ്ട്. 5 villages. 5 ഗ്രാമങ്ങളുണ്ട്. 2 places and leadership seminar. 2 ലീഡർഷിപ്പ് സെമിനാർ ഉണ്ട്. എത്ര 500 Yes. people. ഒരുപാട് പാസ്റ്റർമാർ വരും. ഗ്ലോറി. Lot of money you need. അതിനൊക്കെ ഒത്തിരി പണം വേണം. Yes, go ahead. ഈ നമ്മൾ ഇവിടുന്ന് പോകുന്നവരെ അവരെ നമ്മൾ കുറച്ച് പൈസ ഒക്കെ കൊടുത്തിട്ടാണ് അവിടെ ടെന്റ് ഇടുന്നതും കസാര വാങ്ങിക്കുന്നതും ഒക്കെ. അത് നമ്മൾ അറിയുന്നുണ്ടോ? Praise the Lord. Okay. When you give something for the Lord, നിങ്ങൾ കർത്താവിന് കൊടുക്കുമ്പോൾ, when the man of God is going, ദേവദാസൻ പോകുമ്പോൾ, even if you give $10, നിങ്ങൾ $10 കൊടുത്താൽ that $10 will make a big difference. അതിന് വലിയൊരു വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. സ്തോത്രം. It's not for him. ദേവദാസന്മാർക്ക് വേണ്ടിയിട്ടല്ല, It is for God's kingdom. ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാ. How you can do it? നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ I പറ്റും? will give you simple solution. ഞാൻ ചില സൊല്യൂഷൻ പറയാം. When the people go for mission trip, it's hard for you to give $200, $300, $400. മിഷൻ ട്രിപ്പിന് ആരെങ്കിലും പോകുമ്പോൾ 200, 300, 400 കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. Very simple thing. വളരെ ലളിതമായ ഒരു കാര്യം. One Dunkin' Donut small coffee costs $1.50. ഒരു ഡങ്കിൻ ഡോണറ്റ് കോഫിക്ക് $1.50 ആണ് വില. Just sacrifice 1 coffee a day. ഒരു ദിവസം നിങ്ങൾ ഒരു കോഫി പുറത്തുനിന്ന് കുടിക്കണമെന്ന് വിചാരിക്കുക. Or don't make in the house. അല്ല, വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കണ്ട. 1 coffee a day. ഒരു ദിവസം ഒരു കാപ്പി. You can help the mission in India. നിങ്ങൾക്ക് ഇന്ത്യയിലെ പ്രവർത്തനത്തെ സഹായിക്കാം. More than $400 you can save. നിങ്ങൾക്ക് ഏതാണ്ട് $300-400 സേവ് ചെയ്യാം. All of a sudden you cannot come up with the $400. പെട്ടെന്ന് ഒരു മാസം $400 ഉണ്ടാക്കാൻ Just the ബുദ്ധിമുട്ടായിരിക്കും. cost of a coffee. ഒരു കാപ്പിയുടെ വില ഒരു മാസം You can reach thousands of people in the land of India. ഇന്ത്യയിൽ ആയിരക്കണക്കിന് ആൾക്കാരെ നിങ്ങൾക്ക് touch ചെയ്യാം. All around the world you can spread the gospel. ലോകമെങ്ങും നിങ്ങൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റും. Arise and shine. എഴുന്നേറ്റ് പ്രകാശിക്കുക. Arise and shine. എഴുന്നേറ്റ് പ്രകാശിക്കുക. Arise and shine. എഴുന്നേറ്റ് പ്രകാശിക്കുക. Because our light has come. നമ്മുടെ വെളിച്ചം വന്നിരിക്കുന്നു. One more scripture, then I'm going to close here. ഞാൻ ഒരു ഭാഗം കൂടെ വായിച്ച് പ്രാർത്ഥിക്കും. Ephesians 5:8. എഫേസ്യർ 5:8 വായിക്കാം. എഫേസ്യർ 5:8 പെട്ടെന്ന് എടുക്കാം. സ്തോത്രം. First you were in darkness, ആ, but now you are the light of God. ഹല്ലേലൂയ. Go ahead. Yes. Walk as the children of light. ഹല്ലേലൂയ. കർത്താവിന് We all were in darkness before. നാം എല്ലാം ഒരു സമയത്ത് അന്ധകാരത്തിലായിരുന്നു. We were living according to the things of the darkness. അന്ധകാരത്തിന് തക്കവണ്ണം നമ്മൾ ആയിരിക്കുകയായിരുന്നു. But God has brought the light in our life. ദൈവം വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ What കൊണ്ടുവന്നു. God is saying to us, ദൈവം എന്താ പറയുന്നത്? it's good that you receive the light. നിങ്ങൾ വെളിച്ചം ലഭിക്കുന്ന But നല്ലതത്രേ. you have to shine for me. എനിക്ക് വേണ്ടി നിങ്ങൾ You have പ്രകാശിക്കണം. to live as the children of light. നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളായി ജീവിക്കണം. How you can shine? നിങ്ങൾ എങ്ങനെ പ്രകാശിക്കും? How you can shine? എങ്ങനെ നിങ്ങൾക്ക് പ്രകാശിക്കും? Daniel chapter 12 verse 3. ദാനിയേൽ 12:3. Daniel 12:3. ദാനിയേൽ 12:3 He says there, അവൻ പറയുന്നു, those who lead many to righteousness ആ നീതിയിലേക്ക് അനേകരെ തിരിക്കുന്നവർ will shine like a star forever and ever. എപ്പോഴും അവർ നക്ഷത്രങ്ങളായി തെളിഞ്ഞുകൊണ്ടേയിരിക്കും. When you bring one soul to Jesus Christ, നമ്മൾ ഒരാളെ യേശുവിലേക്ക് കൊണ്ടുവരുമ്പോൾ, when you bring the gospel to one person, ഒരു വ്യക്തിയിലേക്ക് യേശുവിനെ കൊണ്ടുവരുമ്പോൾ, you are shining like a star for Jesus. നിങ്ങൾ യേശുവിന് വേണ്ടി ഒരാളെ It's good whatever we do inside the church. ഈ സഭയെ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. It's good whatever we want to do for God's kingdom. യേശുവിന്റെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന നല്ലതത്രേ. But more than that, അതിനേക്കാൾ ശ്രേഷ്ഠമായി he's saying when you bring one person to righteousness, നിങ്ങൾ ഒരു വ്യക്തിയെ നീതിയിലേക്ക് കൊണ്ടുവന്നാൽ you are shining a star for Jesus. യേശുവിന് വേണ്ടി നിങ്ങൾ ഒരു നക്ഷത്രമാകുക. Do you want to shine for Jesus? യേശുവിന് വേണ്ടി കത്തണമോ?
bring this light to others. മറ്റുള്ളവരിലേക്ക് വെളിച്ചം കൊണ്ടുവരും. When you bring this light to others, മറ്റുള്ളവരിലേക്ക് കൊണ്ടുവരുമ്പോൾ you will shine like stars in the universe. നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നക്ഷത്രങ്ങളെ പോലെ ആയിത്തീരും. Paul is saying to the believers in Philippi, ഫിലിപ്പിയിലുള്ള ആ വ്യക്തികളോട് പൗലോസ് you പറയും, are living in the crooked and perverse generation time. നിങ്ങൾ വക്രതയും കോട്ടവുമുള്ള തലമുറയ്ക്ക് നടുവിലാണ്. In this world you shine for him like stars. നക്ഷത്രങ്ങളെ പോലെ യേശുവിന് വേണ്ടി നാം വിളങ്ങണം. This morning I have shared the message related with the gospel and mission. സുവിശേഷവും ദൗത്യത്തെയും കുറിച്ച് ഞാൻ അല്പം സ്പർശിച്ചു. If every believer will stand up, എല്ലാ വിശ്വാസികളും ഇതിനു വേണ്ടി എഴുന്നേറ്റാൽ, if every believer are willing to go out, പുറത്തേക്ക് പോകാൻ ആഗ്രഹിച്ചാൽ, if every believer decide that I'm going to shine for Jesus, യേശുവിന് വേണ്ടി ഞാൻ ഇറങ്ങുന്നു എന്ന് വിചാരിച്ചാൽ, this darkness will go away from the world. അന്ധകാരം ഈ ലോകത്തിൽ നിന്ന് പോകും പ്രിയരേ. You may not be able to go for overseas mission. എല്ലാവർക്കും പുറത്ത് ഇന്ത്യയിലോ ആഫ്രിക്കയിലോ പോകാൻ സാധിച്ചില്ലെന്ന് വരും. You can do the home mission here. ഇവിടെ ചെയ്യാം, In this place, ഈ സ്ഥലത്ത് ചെയ്യാം, in your neighborhood, നിങ്ങളുടെ അയൽവക്കത്ത് ചെയ്യാം, when you go for shopping, നിങ്ങൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ, in your school, നിങ്ങളുടെ സ്കൂളിൽ, in your colleges, നിങ്ങളുടെ കോളേജിൽ, in the hospital, നിങ്ങളുടെ ആശുപത്രികളിൽ you can shine as star for Jesus. യേശുവിന് വേണ്ടി നക്ഷത്രങ്ങളായി ജീവിക്കാം. We don't have to put the big light here. നമുക്ക് ഇവിടെ വലിയൊരു വെളിച്ചമൊന്നും വെക്കണ്ട. I'm the light of Jesus Christ. ഞാൻ യേശുവിന്റെ വെളിച്ചമെന്ന് പറഞ്ഞ് Jesus said they will see your work. നിങ്ങളുടെ പ്രവൃത്തി അവർ കണ്ട്, Through your action, നിങ്ങളുടെ പ്രവൃത്തി കണ്ട്, the way we act, നമ്മൾ പുറത്ത് എങ്ങനെയാണെന്നുള്ളത് കണ്ട്, the way we talk, നമ്മൾ സംസാരിക്കുന്നത് കണ്ട് we are shining for Jesus. യേശുവിന് വേണ്ടി നമ്മൾ ആയിരിക്കും. Either we are shining for Jesus, ഒന്നുകിൽ നമ്മൾ യേശുവിന് വേണ്ടി കത്തുകയാണ്, or we are living in darkness for devil. നമ്മൾ അന്ധകാരത്തിൽ പിശാചിന്റെ കയ്യിലാണ്, അറിയുന്നില്ല. There is no other two way. രണ്ട് വഴിയില്ല. Either you are working for devil in darkness, നിങ്ങൾ പിശാചിന്റെ കൂടെ അന്ധകാരത്തിൽ പ്രവർത്തിക്കുകയാണ്, or you are shining for Jesus. അല്ല യേശുവിന് വേണ്ടി നിങ്ങൾ കത്തുകയാണ്. Maybe small light, ചെറിയ വെളിച്ചം, maybe the candle light, ഒരു ചെറിയ മെഴുകുതിരി വെളിച്ചം, maybe 40 or 60 power bulb, 40-60 വാട്ട് ഉള്ളതായിരിക്കാം, or maybe the big light. വലിയ വെളിച്ചമായിരിക്കാം. Every light has its own place. എല്ലാ വെളിച്ചത്തിനും ഒരു സ്ഥാനമുണ്ട് പ്രിയരേ. Candle has importance of its light. മെഴുകുതിരിക്ക് അതിന്റെ വെളിച്ചത്തിന് പ്രാധാന്യമുണ്ട്. The lantern has its own power. റാന്തൽ വിളക്കിന് അതിന്റേതായിട്ടുള്ള ശക്തി. This bulb has its own power. ഈ ബൾബിന് അതിന്റെ ശക്തിയുണ്ട്. The tube light has its own power. ട്യൂബ് ലൈറ്റിന് അതിന്റെ ശക്തിയുണ്ട്. A candle cannot say I want to become a tube light. മെഴുകുതിരി പറയാം എനിക്കൊരു ട്യൂബ് ലൈറ്റ് ആകണമെന്ന് ആഗ്രഹിക്കണ്ട. This bulb cannot claim to be a tube light. ഈ ബൾബിന് ഒരിക്കലും പറയാനൊക്കത്തില്ല ഞാൻ ആ ട്യൂബ് ലൈറ്റ് ആണ്. Everyone has to do their part. എല്ലാവർക്കും അവരുടെ ഭാഗം ചെയ്തേ God മതിയാകും. has put you as a candle light, shine as a candle നിന്നെ light. മെഴുകുതിരിയായിട്ടാണ് വിളിച്ചതെങ്കിൽ നീ അങ്ങനെ തന്നെ കത്തണം. If you are as a lantern, you shine as a lantern. നീ ഒരു റാന്തലാണെങ്കിൽ അങ്ങനെ ആയിരിക്കണം. If you are a tube light, shine as a tube light. ട്യൂബ് ലൈറ്റ് എങ്കിൽ അങ്ങനെ ആയിരിക്കണം. If you are the 100 power bulb, you shine as the 100 power. വാട്ടിന്റെ ശക്തി ഉള്ളതാണെങ്കിൽ അങ്ങനെ തന്നെ നീ കത്തണം. സ്വതന്ത്രം. Arise, shine, എഴുന്നേറ്റ് പ്രകാശിക്കുക. for your light has come. നിന്റെ വെളിച്ചം വന്നിരിക്കുന്നു. Close our eyes and കണ്ണുകൾ അടയ്ക്കാം. say to the Lord this morning, ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറഞ്ഞാട്ടെ, Lord, I'm Christian for so many years, കർത്താവേ വർഷങ്ങളായി ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്, but I'm not shining for you. എന്ന് നീ ആഗ്രഹിക്കുന്ന അളവിൽ എനിക്ക് കത്താൻ Lord, പറ്റും. you forgive me because I want to just shine inside the church. കർത്താവേ സഭയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു ആഗ്രഹം എനിക്കുണ്ട്, പൊറുക്കണം. Lord, you take me out from this situation. ഈ പ്രയാസത്തിൽ നിന്ന് മാറ്റണം. I want to go out. എനിക്ക് പുറത്തേക്ക് പോകണം. No more inside the church. ഈ സഭയ്ക്ക് ഉള്ളിലല്ല. I want to shine for you in the dark world. നിനക്ക് വേണ്ടി ഈ അന്ധകാരമായ ലോകത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. Not my light, എന്റെ വെളിച്ചമല്ല, but your light. നിന്റെ വെളിച്ചം. Not my power, എന്റെ ശക്തിയല്ല, your power. നിന്റെ ശക്തി. Not my strength, എന്റെ കഴിവല്ല, but through your strength. നിന്റെ കഴിവിലൂടെ. Not my anointing, എന്റെ അഭിഷേകമല്ല, but with your anointing. നിന്റെ അഭിഷേകം. As I said, if God can use a murderer Saul, he can use every one of ഞാൻ us. പറഞ്ഞതുപോലെ ഒരു കുലപാതകനായ ശൗലിനെ ഉപയോഗിച്ചാൽ നമ്മളെ ഉപയോഗിക്കാം. If God can use Jeremiah, who said I cannot even speak, യെരമ്യായെ സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്ത യെരമ്യാവിനെ ഉപയോഗിക്കാമെങ്കിൽ, what God said to Jeremiah, യെരമ്യാവ് എന്ത് പറഞ്ഞത്? I appointed you as a prophet to the nations. ജാതികൾക്കൊരു പ്രവാചകനായിട്ടാണ് നിന്നെ നിയമിച്ചിരിക്കുന്നത്. Not only one nation, ഒരു രാഷ്ട്രം മാത്രമല്ല, not only one country, ഒരു രാജ്യം മാത്രമല്ല, but to the nations. രാജ്യങ്ങളോട്. A man who cannot speak, വർത്തമാനം പറഞ്ഞു അറിയാത്ത ഒരുവനോട് God is saying, I have appointed you as a prophet to the nations. ജാതികൾക്കൊരു പ്രവാചകനായി ഞാൻ നിന്നെ Let me നിയമിച്ചിരിക്കുന്നു. tell to all the people who are here this morning, ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, and those going to hear through the internet, ഇന്റർനെറ്റിൽ കൂടെ കേൾക്കുന്നവരെ, God has appointed you as a prophet to the nations. ദൈവം നിങ്ങളെ ക്രിസ്തുവിൽ പ്രവാചകന്മാരായി നിയമിച്ചിരിക്കുന്നു. Only one thing you have to do. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രം. You have to arise നിങ്ങൾ എഴുന്നേൽക്കണം. and you have to shine. നിങ്ങൾ പ്രവർത്തിക്കണം.